ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിദിനില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC ഭൂരിപക്ഷവും ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗമായി മദീനയിൽ നിന്ന് നമ്മുടെ ദുആ ആകുന്ന ആ നല്ല മനസ്സിന്റെ ഉടമകളാകുന്ന അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മൾ പറയുന്നതിലും ചിലവർ കാരണം എന്താണെന്നറിയുമോ? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടു നടപ്പ് എങ്ങനെയാണ്? ഭൂരിപക്ഷവും ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭാര്യയായിരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കറണ്ടിന്റെ ബില്ല് വരെ അടക്കാൻ വേണ്ടിയിട്ട് മുഖം മറക്കാതെ, മുൻകൈ മറക്കാതെ, ചെരുപ്പക്കാല് മറക്കാതെ, തലമുടി മറക്കാതെ എന്ത് ചെയ്യുന്നു? അവരാണല്ലോ ഇതിന് പോകുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മൾ ആ വിഷയം അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം, ഞാനത് ഒരു ഫോൺ കണ്ടപ്പോഴാണ് ഓർമ്മ വന്ന്, വല്ലാത്തൊരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. പാണക്കാട് പക്ഷെ നീയത്ത് വെക്കാൻ പോണ പ്രത്യേകമായി സാന്ദർഭികമായി ഉണർത്തി. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്നിപ്പോ കുറെ ആൾക്കാർ വിളിച്ച് ഇപ്പാനെ വക്കാലത്താക്കാൻ പറ്റുമോ, ഉമ്മാനെ വക്കാലത്താക്കാൻ പറ്റുമോ, ഭാര്യനെ വക്കാലത്താക്കാൻ പറ്റുമോ, അതൊന്ന് ചിന്തിക്കേണ്ടതാ. ചിലപ്പം നമ്മളിപ്പോ ഒരു മസാല കേട്ടിട്ട് ഭാര്യനെ വക്കാലത്താക്കിയാൽ ചിലപ്പോ എന്താവും? പെരയില് പ്രശ്നം ഉണ്ടാവും. പെരയില് പ്രശ്നം ഉണ്ടാവും. വാപ്പയെക്കാരും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചില വാപ്പാരുണ്ടാവും. അപ്പൊ നമ്മളിത് വിവരമില്ലാതെ ചിലപ്പോൾ അതിന്റെ മാക്കബിലും മാബാദൊന്നും ചിന്തിക്കാതെ ഭാര്യനെ കുറിച്ച് വക്കാലത്താക്കിയ വാപ്പോ മതി, ഇനിയൊക്കെ ഓനങ്ങട്ടായിക്കോട്ടെ എന്നാല്. ഇന്നിപ്പോ ഞാൻ തറാവീസ്കാരം കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ റേഡിയോ ശ്രോതാവ് വിളിച്ച് പറഞ്ഞതാ, സാറേ ഞാൻ കഴിഞ്ഞ കൊല്ലം വിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഭാര്യനോട് പറഞ്ഞ കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെയും നോക്കിപ്പോരുന്നത് എന്റെ ഉപ്പയാണ്. അപ്പൊ ഉപ്പാക്കത് ദേഷ്യമായി, എന്താ പോനോന്റെ ഭാര്യനെ ഏൽപ്പിക്കുന്നത്, നീ എല്ലാ ഓന്റെ കാര്യമൊക്കെ ഓന്റെ ഭാര്യ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാൻ, ആരെയും വക്കാലത്താക്കാം. ആരെയും വക്കാലത്താക്കാം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഒരു അമുസ്ലിമിനെ വേണമെങ്കിൽ വക്കാലത്താക്കാം. പക്ഷെ നിയ്യത്ത് വെക്കാൻ പോനെ വക്കാലത്താക്കാൻ പറ്റൂല എന്ന് മാത്രം. അപ്പൊ ഒരു വലിയൊരു ചോദ്യം, ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു ചോദ്യ ഭാവത്താതെ, ഈ കുട്ടികളെ കയ്യിൽ വിത്ത് സക്കാത്ത് കൊടുത്തേക്കാൻ പറ്റുമോ? എന്തൊക്കെ സംശയമാണ് സാധാരണക്കാർക്ക്. പക്ഷെ സാധാരണക്കാരെ എല്ലാ സംശയവും തീരണം. അതാണ് KMICയുടെ ലക്ഷ്യം, അല്ലെ? KMICയിൽ സ്ഥിരം വരുന്നവർക്ക് എപ്പോഴെങ്കിലൊക്കെ നെറ്റിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓർക്കിപ്പോ നമ്മളെ എല്ലാ സംശയവും തീർക്കാൻ പറ്റൂല. അൽഹംദുലില്ലാഹ് നമ്മുടെ KMICയിൽ സദാസമയം KMICയുടെ ശ്രോതാക്കളായിരിക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ തീരാറുണ്ട്. ഇന്നിപ്പോ ഒരാള് പലവരും വിളിച്ചു ചോദിച്ചൊരു കാര്യമാണ്, എന്ത്? ഈ കുട്ടികളെ കയ്യിൽ വിത്ത് സക്കാത്ത് കൊടുത്തേക്കാൻ പറ്റുമോ? കുട്ടികളുടെ കയ്യിൽ വിത്ത് സക്കാത്ത് കൊടുത്തേക്കാം. എന്റെ വീട്ടിലെ വിത്ത് സക്കാത്ത് അടുത്ത വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതൊന്നും അങ്ങനെ കൊടുത്താ എന്ന് പറഞ്ഞ വക്കാലത്താക്കി കുഴപ്പമൊന്നുമില്ല. അത് കൊടുക്കുമ്പോ നിയ്യത്തും വെച്ചാലാ അത് പറ്റൂല. അത് കുട്ടികളെ നിയ്യത്ത് വെക്കാനും അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ ആൾക്കാരെ നിയ്യത്ത് വെക്കാനും സക്കാത്ത് കൊടുക്കാനും അത് ഏൽപ്പിക്കാൻ പറ്റൂല. നേരെ മറിച്ച് പ്രായപൂർത്തിയായ മുസ്ലിമായ മുക്കല്ലഫായ റഷീദായ ഒരു വ്യക്തിയാണെങ്കിൽ അവനെ നിയ്യത്ത് വെക്കാനും സക്കാത്ത് കൊടുക്കാനും വേണ്ടി എന്ത് ചെയ്യാം? വക്കാലത്താക്കാം. യാതൊരു വിരോധമില്ല. അല്ലെങ്കിൽ ഒരാളെ നിയ്യത്ത് വെക്കാൻ വക്കാലത്താക്കി, വേറൊരാള് സക്കാത്ത് കൊടുക്കാൻ നിയ്യത്താക്കി, ഇങ്ങനത്തെ കോലങ്ങളൊക്കെയും ഉണ്ട്. അതൊക്കെ ഒരു ഫിഖ്ഹിയായ പരന്ന ചർച്ചകളാണ്. അതൊന്നും സാധാരണക്കാർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട KMICയുടെ സാധാരണക്കാരായ ശ്രോതാക്കളോട് പറയുന്നു, സാധാരണ നമ്മൾ ഈ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. വാപ്പാനെ വക്കാലത്താക്കാം, ജ്യേഷ്ഠനെ വക്കാലത്താക്കാം, അഞ്ചിനെ വക്കാലത്താക്കാം, നാട്ടിൽ ആരെയും വക്കാലത്താക്കാം. അത് വക്കാലത്തിന്റെ വിഷയം അങ്ങനെ. വക്കാലത്താക്കാൻ നിബന്ധനയൊത്ത ആരുമാവാം. അത് കുടുംബത്തിൽ ആൾക്കാരൊന്നും ആയിക്കോന്നില്ല. നമ്മൾ നിക്കാഹിന്റെ അവധിന്റെ പലർക്കും സംശയം, അല്ലേ? ഇത് സാധാരണക്കാരായ ഒരുപാട് ഗൾഫുകാർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പം വാപ്പ ഗൾഫിലായിരിക്കും, മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കണം, നാട്ടിലില്ല. അപ്പൊ നാട്ടിലൊരാളെ വക്കാലത്താക്കുമ്പോ പലരും ചോദിക്കും, എന്റെ വാപ്പ ജീവിച്ചിപ്പുണ്ട്, അപ്പോ ഈ കാക്കാനെ വക്കാലത്താക്കാൻ പറ്റുമോ? എല്ലാവരും മനസ്സിലാക്കിയ ഒരു സംശയം, വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാനെ തന്നെ വക്കാലത്താക്കാൻ. അങ്ങനെ ഒരു മസലയാക്കി നല്ലതാണ്. അവനവന്റെ കുടുംബത്തിൽ പറ്റാവുന്നവർ തന്നെ വക്കാലത്താക്കുമ്പോ ഒന്നുകൂടി അത് വൃത്തിയായി ചെയ്യാനൊക്കെ ഉപകാരമായിരിക്കും.
പക്ഷെ വക്കാലത്താക്കാൻ ഇസ്ലാമികമായി ഒരു വിഷയത്തിൽ വക്കാലത്താക്കാൻ നിബന്ധനയൊത്ത ആൾക്കാരെ അത് കുടുംബത്തിൽപ്പെട്ടവനോ ആരോ എന്നൊന്നും അവരുടെ വിഷയമല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, വീട്ടിൽ ഉമ്മയുണ്ട്, ഉമ്മയെ പിടിച്ച് വക്കാലത്താക്കി ഇവന്റെ ഭാര്യയുടെയും മക്കളുടെയും വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ, അതല്ലെങ്കിൽ വാപ്പാനെ വക്കാലത്താക്കി, അല്ലെങ്കിൽ വാപ്പിയല്ല ഉമ്മയല്ല ഒരു അയൽവാസിനെ പിടിച്ച് വക്കാലത്താക്കി, ഏതോ ഒരു അയൽവാസി ഇവന്റെ ഒരു സ്വന്തം ഓനെ വിളിച്ചിട്ട് വക്കാലത്താക്കി. അപ്പൊ വക്കാലത്താരെയും ആക്കാം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പക്ഷേ വക്കാലത്താക്കാൻ നിബന്ധന, ഇസ്ലാമികമായി നിബന്ധന ഒത്ത ആൾക്കാരാവണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഏതായിരുന്നാലും അത്തരം സംശയങ്ങൾ ഇനിയും തീരാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട KMIC ശ്രോതാക്കളോട് പറയുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം, ഈ പൈസ സക്കാത്തായി കൊടുക്കൽ, വിത്തുൽ സക്കാത്തിന്റെ വില സക്കാത്തായി കൊടുക്കുന്ന കാര്യം ഗൾഫ് മേഖലയിൽ വ്യാപകമായി നടക്കുന്നു. ഇന്ന് 1-2 സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞത്, സാറേ ഗൾഫിലൊക്കെ ഇത് കേൾക്കാത്ത എത്രയോ ആളുകളുണ്ട്. അവരോട് ഇന്നലത്തെ ക്ലാസ് ഒക്കെയും കേട്ട് മനസ്സിലാക്കിയവര് വ്യക്തമായി അത്തരം സുഹൃത്തുക്കളെ കാണുമ്പോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോ പലരും ഒരു ചില ഇഷ്കാലുകൾ ഞാൻ ആദ്യമായി തീർക്കുകയാണ്. അത് സാധാരണക്കാർക്ക് ഉപകരിക്കും എന്ന നിലക്ക്, സാധാരണ ഒരു ജീവിക്കാൻ ലായിക്കായ അവന് യോജിച്ചതായ ഒരു വീട്, ഒരു 10 സെന്റ് സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ അവന് വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ പോലത്തെ പല സംശയങ്ങളും പലവരും ചോദിക്കാറുണ്ട്. അവനിക്ക് അനുയോജ്യമായൊരു വീട്, അതുപോലെ തന്നെ അവനിക്ക് ഉള്ളതായ താമസിക്കാൻ സൗകര്യമായ ഒരു സ്ഥലം മുൻവെച്ചിട്ടൊന്നും ആരും ഫക്കീറും മിസ്കീനൊന്നും ആവാതിരിക്കൂല. അത്തരക്കാർക്കൊക്കെയും വിത്തുൽ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇനി അതുപോലെ തന്നെ ഒരാൾക്ക് വിത്തുൽ സക്കാത്ത് നിർബന്ധമാവുന്നത് എപ്പോഴാണ്? പലവരും ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ചെറിയ കുട്ടികൾക്ക് വിത്തുൽ സക്കാത്ത് ഉണ്ടോ? ശവ്വാൽ മാസപ്പിറവിയുടെ മുമ്പ് ജനിച്ച കുട്ടികൾക്ക് വിത്തുൽ സക്കാത്ത് ഉണ്ടോ? ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷം ഒരു കുട്ടി മരിച്ചാൽ ആ കുട്ടിക്ക് വിത്തുൽ സക്കാത്ത് കൊടുക്കണോ? പോലത്തെ പല ജാതി സംശയങ്ങളും പലവരും ചോദിക്കുന്നത് കാണാം. അതുകൊണ്ട് ഒറ്റ വാക്കിൽ അതിന് നമുക്ക് മറുപടി പറയാം. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ. അതൊന്നും ഇപ്പൊ നമ്മൾ വല്ലാതെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇതൊക്കെ അവരെ ഫിഖിന്റെ കിതാബിൽ പറയാണ്, ഭാര്യക്ക് ഒരു ഹാദിമത്ത് എന്ന് വെക്കാം. ചിലപ്പം ഭാര്യയുടെ വീട്ടിൽ ഭാര്യ സ്വന്തമായി ജോലിയൊന്നും ചെയ്യാറില്ല. അവിടെ മസലുള്ളത് അങ്ങനെയാണ്. ചിലപ്പം പല പാവപ്പെട്ട സഹോദരിമാർക്കും അറിയാത്തൊരു കാര്യമാണ്. പല സാധാരണക്കാരായ പുരുഷന്മാർക്കും അറിയാത്തൊരു കാര്യം, ഭർത്താവിന്റെ വസ്ത്രം അലക്കിക്കൊടുക്കൽ ഭാര്യക്ക് നിർബന്ധമില്ല എന്ന് അറിയാത്ത പുരുഷന്മാരുമുണ്ട്, അറിയാത്ത സ്ത്രീകളുണ്ട്. പാവം ചില സഹോദരിമാര് ഭർത്താവിന്റെ തുരുങ്കുപ്പായം തിരുമ്പിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി തീരും. സഹാബിക്ക ഭാര്യ വെക്കല്ല, ചെയ്തേന്ന് പറഞ്ഞ് മുടക്കല്ല. പക്ഷെ നമ്മൾ മസാല പറയണല്ലോ. ചില ആളുകൾക്ക് നോക്കിങ്ങള് തമാശ പറയല്ല. ചില ആളുകൾ ചിലപ്പോൾ ഇപ്പൊ ഉമ്മുറയ്യാണെങ്കിലാരും ഫോൺ വിളിച്ചങ്ങാണ്ട് അബുറയ്യാൻ എങ്ങനെയെന്ന് ചോദിക്കൂല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ നമ്മളെന്തെങ്കിലും വസ്ത്രങ്ങൾ തിരുമ്പാൻ വേണ്ടിയിട്ട് പോയി പിറ്റേ ദിവസം വരുമ്പോൾ തിരുമ്പിയിട്ടില്ല നോക്കുക, എന്തേരി തിരുമ്പാഞ്ഞു നോക്കും അല്ലേ സാറേ. ചില സാധാരണക്കാര് എന്തേരി അഞ്ഞൂറ് തിരുമ്പാൻ പറഞ്ഞതല്ല, എന്തേ തിരുമ്പാഞ്ഞത് അല്ലെ? ഇവൻ വിചാരിച്ചതെന്താ, ഇവന്റെ ഇടയ്ക്ക് തിരുമ്പിക്കൊടുക്കാൻ വേണ്ടി കെട്ടിക്കൊള്ളുന്നതാണ് ബലേന്. ആ ഒരു ചോദ്യം നമ്മൾ മാന്യമായി ചിന്തിക്കണം. എന്റെ ഭാര്യക്ക് അത് തിരുമ്പൽ നിർബന്ധമില്ല, എന്റെ ഭാര്യക്ക് അത് തിരുമ്പൽ എന്തില്ല, നിർബന്ധമില്ല. അപ്പൊ നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യാത്തതിന് അവരോട് ചൂടാവാൻ പാടില്ല എന്നൊക്കെയും ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്റെ വിഷയം അതല്ല. ഒരു ഹാദിമത്ത് ഉണ്ട് എന്ന് വെക്കുക, ഭാര്യക്ക് ഹാദിമത്ത്. അവളുടെ വീട്ടിൽ അവൾ സ്വന്തമായൊരു കാര്യം ചെയ്യാറില്ല. അവളുടെ വീട്ടിൽ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ഒരു ഹാദിമത്താണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് വെക്കുക. ഒരു വേലക്കാരി, വേലക്കാരനല്ല, വേലക്കാരനെ വെച്ചു കൊടുക്കണ്ട. പിന്നെ വേലക്കാരനെ വെച്ചു കൊടുത്താൽ നമുക്ക് പണി ചുരുങ്ങി കിട്ടും എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. വേലക്കാരനെ വെച്ചു കൊടുക്കണ്ട, അപ്പൊ നമ്മളെ പണി ചുരുങ്ങി കിട്ടും. വേലക്കാരി എന്താക്കുക, വെച്ചു കൊടുക്കുക. അപ്പൊ ഈ വേലക്കാരിയുടെ വിത്തുൽ സക്കാത്ത് ആര് കൊടുക്കണം? ഞാൻ ആ ഒരു ചർച്ചയിലേക്കൊന്നും വരാത്തത്
അങ്ങനെ ഒരു വേലക്കാരിയെ വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവരില്ല. അതുകൊണ്ട് ഇപ്പൊ വേലക്കാരിയുടെ സക്കാത്ത്, ഹാദിമത്തിന്റെ സക്കാത്ത് ആര് കൊടുക്കണം? അത് ഭർത്താവുന്ന ഈ പുരുഷനാണ് കൊടുക്കേണ്ടത്. ഈ സ്ത്രീയുടെ ആരുടെ വേലക്കാരിയാണോ ആ സ്ത്രീയുടെ ഭർത്താവ് ആണ് ഈ ഭാര്യയുടെ വേലക്കാരിയുടെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഫിഖിന്റെ കിതാബിൽ കാണാം. അപ്പൊ ഏതായിരുന്നാലും അതുകൊണ്ടാണ് ആവശ്യമായ പരിചാരകൻ പെരുന്നാൾ ദിവസത്തിലെ രാവും പകലും. ഒരു കാര്യം സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാൾ ദിവസത്തിന്റെ രാവും പകലും. ഈ രാവും പകലും എന്ന് പറയുമ്പോ ഈ രാവ് ഏതാവുന്നു? പെരുന്നാൾ ദിവസത്തിന്റെ തലേ രാവ. അത് സാധാരണക്കാരവിടെ മസ്അല പ്രത്യേകം മനസ്സിലാക്കേണ്ടതാ. അപ്പൊ വെള്ളിയാഴ്ച പെരുന്നാളിന്റെ രാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയാണ്. എന്തല്ല, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയല്ല. അപ്പൊ അതുകൊണ്ട് പെരുന്നാളിന്റെ രാവും പകലിലും അവനു ചെലവിനു കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ തുടങ്ങിയ ചെലവുകളും തുകയും കടവും കഴിച്ച്, അത് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ അവരെ ഒന്നും കൂടി ഉണർത്തുകയാണ്. ശാഫിഈ മദ്ഹബിൽ അംഗീകരിക്കാവുന്ന രണ്ടഭിപ്രായം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ മുഅ്തമദ് കടമുണ്ടെങ്കിൽ വിത്ർ സക്കാത്ത് നിർബന്ധം ഇല്ല. മഹാനായ റംലി ഇമാം മജ്മു എന്ന കിതാബിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ശറഹുൽ കബീർ എന്ന കിതാബിൽ മഹാനായ റാഫി ഇമാം, റൗള് എന്ന് പറയുന്ന കിതാബിൽ ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹുവിനെ പോലോത്തവരൊക്കെയും, അതുപോലെ തന്നെ ഖത്തീബ് ശർബീനി എന്നവരും മുഗ്നി പോലോത്ത ഫിഖിന്റെ കിതാബിലൊക്കെയും വ്യക്തമായി പറയുന്നത് കടമുണ്ടെങ്കിലും വിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഞാൻ അവിടെ ഒരു നല്ല വശം പറയുകയാണ്. നമുക്കൊരു 3 ലക്ഷം രൂപ കടമുണ്ട് എന്ന് വെക്കുക. ചിലപ്പം വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഭാര്യന്റെയും ഭർത്താവിന്റെയും വിത്ർ സക്കാത്ത് മാത്രമായിരിക്കും. ഒരു 6 കിലോ അരി അല്ലെങ്കിൽ 5.5 കിലോ അരി നമ്മൾ വാങ്ങിക്കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരിക്കലും തന്നെ നമ്മളെ കടം അധികമാവുകയൊന്നുമില്ല. അപ്പൊ നമ്മുടെ ശാഫിഈ മദ്ഹബിൽ അംഗീകരിക്കാവുന്ന ഇമാം നവവി, ഇമാം റാഫിഈ, മഹാനായ റംലി ഇമാം, മഹാനായ ഇബ്നുൽ മുഖ്രി, മഹാനായ ഖത്തീബ് ശർബീനി പോലോത്ത വലിയ പണ്ഡിതന്മാരൊക്കെയും കടമുണ്ടെങ്കിലും വിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരാണ്. പക്ഷേ സാധാരണഗതിയിൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ മുഅ്തമദാക്കിയത് പ്രകാരമാണ് സാധാരണ നമ്മൾ മസ്അല പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് സാധാരണ വിത്ർ സക്കാത്ത് നിർബന്ധമാവാനുള്ള ബാധ്യത പറയുന്നിടത്ത് കടം കഴിച്ച് വല്ല ധനവും ബാക്കിയുള്ള വ്യക്തിയാണ് വിത്ർ സക്കാത്ത് നിർബന്ധമാകുക. ഇവൾ സ്വശരീരത്തിനു വേണ്ടിയും അവൾ ചെലവിനു കൊടുക്കൽ നിർബന്ധമായവരുടെ ശരീരത്തിനു വേണ്ടിയും വിത്ർ സക്കാത്ത് നൽകണം. അവിടെ ചെറിയ കുട്ടിയെന്നോ വലിയവരെന്നോ പിരാന്തനെന്നോ ബുദ്ധിയുള്ളവനെന്നോ സ്വതന്ത്രനെന്നോ അല്ലെങ്കിൽ അടിമയാവാതിരിക്കണമെന്നോ പോലോത്ത ഒരു നിബന്ധനയുമില്ല. കാരണം ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ നോമ്പ് വയ്ക്കാത്ത കുട്ടികൾക്ക് വിത്ർ സക്കാത്തില്ല, അല്ലെങ്കിൽ നോമ്പ് വയ്ക്കാൻ ആരോഗ്യമില്ലാത്തവർക്ക് വിത്ർ സക്കാത്തില്ല, അതല്ലെങ്കിൽ ഭ്രാന്തനായ കുട്ടികൾക്ക് സക്കാത്ത് നിർബന്ധമില്ല പോലോത്ത ചില ധാരണകൾ അപൂർവമായി ചിലവർക്കുണ്ട്. പക്ഷെ വിത്ർ സക്കാത്ത് നിർബന്ധമാവുന്ന വിഷയത്തിൽ അവന് ചെലവിനു കൊടുക്കൽ നിർബന്ധമായ കുട്ടിയാണോ, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ലേ, പിരാന്തനാണോ പിരാന്തില്ലാത്തവനാണോ എന്നതിലേക്കൊന്നും നോട്ടമില്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ റമളാൻ അവസാന ഭാഗവും ശവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും, ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം ഈ ശവ്വാൽ മാസപ്പിറവിയുടെ മുമ്പ് ജനിച്ച കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണോ ശേഷം മരിച്ച കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണോ പോലോത്ത സംശയങ്ങൾ പലവരും ചോദിക്കാറുണ്ട്. ആ ഒരു സംശയത്തിന് മറുപടി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ റമളാനിന്റെ അവസാന ഭാഗവും ശവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവന് വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്.
ഷവ്വാലിന്റെ ആദ്യ ഭാഗം, അതുപോലെ തന്നെ റമളാനിന്റെ അവസാന ഭാഗവും. അപ്പൊ ഷവ്വാൽ മാസപ്പിറവിയുടെ തുടക്കവും റമളാനിന്റെ അവസാന ഭാഗവും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വെക്കുക. അവന് സക്കാത്ത് കൊടുക്കൽ എന്താകും? വിത്ർ സക്കാത്ത് കൊടുക്കൽ എന്താകും? നിർബന്ധമാകും. നേരെ മരിച്ചപ്പോ നമുക്ക് അവരെ ചിന്തിക്കാം, ഷവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് ഒരാൾ മരിച്ചത് എന്ന് വെക്കുക. ആ മരിച്ച ആൾക്ക് എന്ത് വേണ്ടി വരും? വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ചിലപ്പം പെരുന്നാളിന്റെ രാത്രിക്കും പലരും മരിക്കലില്ലേ? റമളാൻ മാസം നോമ്പൊക്കെ നോറ്റ് ഇപ്പോ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം എനിക്കറിയാം, എന്റെ നാട്ടില് റമളാൻ നോമ്പ് കഴിഞ്ഞ് ഷവ്വാൽ മാസപ്പിറവി കഴിഞ്ഞ് കിട്ടി, എല്ലാരും തക്ബീർ ചൊല്ലുന്ന സമയത്ത് ഒരാൾ മരിച്ച വിവരം കൊടുക്കുകയാണ്. ഒരാളുടെ വിത്ർ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് നല്ലൊരു ചോദ്യമാണ്. ഗൂഡ് 1500, നല്ല ഗൂഡ് ജോലിയാണ് ആ ചോദിച്ചിട്ടുള്ളത്. ഒതുങ്ങി അവിടെ ഇരുന്നാല് ഒരു 5-6 ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് അതിന്റെ ഉത്തരം വരും. അതൊക്കെ ഇന്ന് പറയുന്നതാണ്. ഒരാളുടെ വിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ? അത് 3 ആൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടയോ പോലത്തെ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും. പെട്ടെന്ന് ചോദ്യം കേട്ട് പോവാമെന്ന് ആരും വിചാരിക്കണ്ട. സമാധാനപരമായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് മറുപടി വരും എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ഏതായിരുന്നാലും ഞാൻ പറയട്ടെ, അപ്പൊ റമളാനിന്റെ അവസാന ഭാഗവും ഷവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവന് വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അപ്പൊ റമളാൻ അവസാനത്തോടു കൂടി ഒരാൾ മരിച്ച് ഷവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ ഒരാൾ എന്താക്കി മരിച്ച് എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് വേണ്ട? സക്കാത്ത് കൊടുക്കണ്ട. ഷവ്വാൽ മാസപ്പിറവി കണ്ടിട്ടില്ല, അത് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ എന്താണ്, റമളാൻ 29 അന്ന് നോമ്പ് തുറന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞേക്കൊരാൾ മരിച്ച്. പക്ഷേ ഷവ്വാൽ മാസപ്പിറവിയുടെ വിവരം ലഭിക്കുന്നത് എപ്പോഴാ? നമുക്ക് കിട്ടുന്നത് 9 മണിക്കാ. പക്ഷെ അപ്പൊ ഇയാളെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇയാൾ ഷവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഷവ്വാൽ മാസപ്പിറവിയുടെ വിവരം ഖാലിമാരൊക്കെയും അംഗീകരിച്ച് അത് പ്രഖ്യാപിച്ച് വിവരം നമുക്ക് കിട്ടിയപ്പോഴേക്ക് സമയം വൈകിയെന്ന് മാത്രം. വാസ്തവത്തിൽ ഇയാൾ മരിക്കുന്ന നേരത്തിൽ ആകാശലോകത്ത് ഷവ്വാൽ മാസപ്പിറവി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ റമളാനിലെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ഷവ്വാൽ മാസപ്പിറവിയുടെ മുമ്പായി ഒരാൾ മരിക്കുകയാണെങ്കിൽ വിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണത്. നോമ്പ് 28 ആരെങ്കിലും മരിച്ചാല്, നോമ്പ് 29 അന്ന് പകലാരെങ്കിലും മരിച്ചാല് ഓല വിത്ർ സക്കാത്ത് എപ്പോ കൊടുക്കണോ, പിന്നെ പിറ്റേ ദിവസം കൊടുക്കണോ എന്നൊരു ചോദ്യം. പിന്നെ അവിടെ തന്നെ ഒരു ചോദ്യം കടന്നു വരുന്നുണ്ട്. ചില ആളുകള് ഷവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ വിത്ർ സക്കാത്ത് കൊടുക്കും. അത് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട KMIC ശ്രോതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. പല നാടുകളിലുമുള്ളൊരു അവസ്ഥയാണ്. കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പെരുന്നാള് റമളാൻ 30 പൂർത്തിയായാൽ, റമളാൻ 30 പൂർത്തിയാകുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തില് വെള്ളിയാഴ്ച നോമ്പാണെന്ന് വെക്കുക, പിന്നെ എല്ലാവരും എന്ത് ചെയ്യും? വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം തന്നെ വിത്ർ സക്കാത്ത് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ജായിസാണ്. റമളാനിന്റെ 1 മുതൽ വിത്ർ സക്കാത്ത് കൊടുക്കാം. റമളാൻ ആകുന്നതിന്റെ മുമ്പ് കൊടുക്കാൻ പറ്റൂല, പക്ഷെ റമളാൻ 1 മുതൽ തന്നെ വിത്ർ സക്കാത്ത് കൊടുക്കാം, വിരോധമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്തു? ഒരാള് റമളാൻ 30 അന്ന് വിത്ർ സക്കാത്ത് കൊടുത്തു. പക്ഷേ ആ വിത്ർ സക്കാത്ത് നിർബന്ധമായ നേരത്ത് ഇയാൾ മരിച്ചിരിക്കുന്നു. അപ്പൊ അയാൾ കൊടുത്ത വിത്ർ സക്കാത്ത് അല്ലാതെ ആയിത്തീരും. ആർക്കാണോ കൊടുത്തത് കൊടുത്താലേക്കെന്ന് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം. തല്ല് കിട്ടിയില്ലെങ്കിൽ വെക്കേണ്ടി വരും ചിലപ്പോ. അവിടെ മസ്തല അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാ, പോക്കര് റമളാൻ 30 അന്ന് ഉച്ചക്ക് ഓന്റെ വിത്ർ സക്കാത്ത് എന്ത് ചെയ്തു? ഒരാൾക്ക് കൊടുത്തു. പക്ഷേ റമളാൻ 30 പൂർത്തിയാകുന്നതിന്റെ മുമ്പേ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ആര് മരിച്ച്? പോക്കര് മരിച്ച്. പോക്കര് സക്കാത്ത് കൊടുത്തതാരാ? മമ്മയിനാണ്. മമ്മയിന്റെ അടുത്ത് ചെന്നിട്ട് ഒരാൾ പറഞ്ഞ്,
എടാ മമ്മരെ എനിക്ക് പോക്കല് സക്കാത്ത് തന്നീന്നില്ലെന്ന് ഉച്ചക്ക് നാം മൈലിബിയുടെ മുന്നേ ചൊവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ പോക്കല് മത്സ്യത്തിന് അഞ്ച് ഓൻ തന്ന വിത്ത് സക്കാത്ത് ഇങ്ങോട്ട് തിരിച്ചു തരണം, വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം, വിരോധമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു നിബന്ധനയുണ്ട്. കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹതപ്പെട്ടതാവണം. നമ്മൾ കൊടുത്തവൻ കൊടുക്കാൻ അർഹതപ്പെട്ടവൻ ആവാതിരുന്നു എന്ന് വെക്കുക, അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഏതായാലും സറക്കയായിട്ട് കൂട്ടാൻ വെക്കാം. പക്ഷെ വാങ്ങിയവൻ വാങ്ങാൻ അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നാൽ അവിടെ സക്കാത്ത് വീടുകയില്ല. സ്വാഭാവികമായും സംഭവിച്ചേക്കാം. എന്റെ പ്രിയപ്പെട്ടവരോട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെയും വന്നേക്കാം. എന്തു ചെയ്തു? ഒരാള് ഇപ്പൊ ഈ ഉദാഹരണത്തിൽ തന്നെ പോക്കര് അവന്റെ വിത്ർ സക്കാത്ത് റമളാൻ 30 ഇനിയിപ്പൊ നാളെ ഏതായാലും പെരുന്നാളല്ലേ, ഇനിയിപ്പൊ നാളെ നമുക്ക് എത്തിത്തീരാനാകൂല എന്ന് വിചാരിച്ച് റമളാൻ 30 തന്ന് പോക്കര് ഓന്റെ സക്കാത്ത് മമ്മയിന് കൊടുത്ത്. പക്ഷെ മമ്മദ് എന്ത് ചെയ്ത്? സുബ്ഹാനല്ലാഹ്, ആ ശവ്വാൽ മാസപ്പിറവിയുടെ നേരത്ത് അതിന്റെ മുമ്പേ ആര് മരിച്ച്? ഈ സക്കാത്ത് വാങ്ങിയ മമ്മദ് മരിച്ചു എന്ന് വെക്കുക. ഇവിടെ സക്കാത്ത് വാങ്ങിയവൻ സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് വാങ്ങാൻ അർഹതയില്ലാത്തവനായിട്ടുണ്ട്. അതുകൊണ്ട് മമ്മദിന്റെ കുടുംബക്കാരോട് ചെന്ന് പറയാ, പോക്കര് ഇങ്ങനെ മമ്മയിന് സക്കാത്ത് കൊടുത്തീന്, പക്ഷേ ഇവിടെ സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്തിൽ മമ്മദ് സക്കാത്തിന്റെ അവകാശിയല്ല. കാരണം മമ്മദ് മരിച്ചിക്കണ്. മമ്മദ് ചൊവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. കാരണം ഓൻ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവനായിട്ട് അതിന്റെ ശേഷമാണ് മരിക്കുന്നത്. ചൊവ്വാൽ മാസപ്പിറവിയുടെ മുമ്പ് സക്കാത്ത് വാങ്ങിയ മമ്മദ് മരിക്കുകയാണെങ്കിൽ പോക്കല് കൊടുത്ത സക്കാത്ത് വരെ സഹിയായിട്ടില്ല. ഒന്നിരിക്കം അമ്മയിന്റെ കന്ന് ഈ സക്കാത്ത് തിരിച്ചു വാങ്ങേണ്ടി വരും അമ്മയിന്റെ അവകാശികളെക്കന്ന്. അല്ലെങ്കിൽ വേറെ സക്കാത്ത് എടുത്ത് വേറെ അരി എടുത്ത് സക്കാത്ത് അവൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് മുതലിന്റെ സക്കാത്തിലും ഈ വിഷയം ബാധിക്കും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റമളാൻ എന്താണ്, റമളാനിന്റെ പകലിൽ ഒരാൾ മരിച്ചാല് അല്ലെങ്കിൽ റമളാൻ 20 മരിച്ചാല് കുറച്ച് നോമ്പോ നോച്ചിക്കണ് ഓൻക്ക് സക്കാത്ത് കൊടുക്കുന്ന എത്രയോ ആളുകൾ. ചിലപ്പം ഈ ക്ലാസ് റൂമിൽ അങ്ങനെ സംശയം ഉള്ളവർ ഉണ്ടായിക്കോളണമെന്നില്ല. എന്റെ സാധാ ക്ലാസുകളിലും അതുപോലെ തന്നെ നമ്മുടെ പല ശ്രോതാക്കളും വിളിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളാ. റമളാൻ കുറെ നോച്ചു, 28 നോമ്പ് നോച്ചിക്കുന്ന ഉസ്താദ് എനക്കും ചോദിച്ചോളൂ ചിലോല്. കേൾക്കണം, ചിലോലിന് അങ്ങനെ ചോദിക്കാം. അല്ല, ഓനിങ്ങനെ നോമ്പ് 29 മരിച്ചത് ഉസ്താദെ, ഓനക്ക് സക്കാത്ത് വെക്കണം, ഓനക്ക് സക്കാത്ത് വെക്കണ്ട. അല്ല ഉസ്താദെ, ഓൻ നോമ്പ് 28 നോച്ചിക്കുന്നു. അപ്പൊ ചില സാധാരണക്കാരെ പൂരി എന്താ, നോമ്പ് പറയാൻ നോക്കലാണ് വിത്ർ സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണം. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സക്കാത്ത് വിത്ർ സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണം നോമ്പ് നോക്കലല്ല. അത് നമ്മുടെ വിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് യഥാർത്ഥത്തിൽ മഖബൂലായി തീരുക. അത് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത്, വിത്ർ സക്കാത്ത് നിർബന്ധമാവുന്ന നേരത്ത് ഈ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇവൻ നോമ്പ് എത്ര നോറ്റു എന്നതിലേക്കല്ല നോട്ടം എന്നും ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റമളാൻ മാസത്തിന്റെ അവസാനത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ചൊവ്വാൽ പിറക്കുന്നതിന്റെ മുമ്പ് ചൊവ്വാൽ പിറക്കുന്നതിന് മുമ്പന്നെ കുട്ടി മരിച്ച്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതായത് പെരുന്നാളിന്റെ റമളാനിന്റെ അവസാന നിമിഷാണ്. റമളാൻ 29. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഒരു കുട്ടിയൻ ജനിച്ച് പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി മരിക്കും ചെയ്തു. ചൊവ്വാൽ മാസപ്പിറവി ആയിട്ടില്ല, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച്. ആ പ്രസവിച്ച ഉടനെ തന്നെ ചൊവ്വാൽ മാസപ്പിറവി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ കുഞ്ഞ് മരിക്കും ചെയ്തു. എങ്കിൽ ആ കുഞ്ഞിന് സക്കാത്ത് കൊടുക്കണ്ട. ഇത് വളരെ നിങ്ങൾക്ക് ഉപകാരമാവും. ചിലപ്പോ ഇക്കൊല്ലം ഉപകാരമായില്ലെങ്കിൽ അടുത്ത കൊല്ലങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി മരിക്കുമ്പോ ഏതൊരു സാധാരണക്കാരൻ ചിലപ്പം ചോദിക്കും, അല്ലെ ഈ കുട്ടിക്ക് ഇപ്പൊ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു സാധാരണക്കാരന്റെ ഭാഗത്തിൽ നിന്ന് ചോദ്യം വരും. ഞാൻ വ്യക്തമായി പറയുന്നു, ആ കുട്ടിക്ക് അവിടെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം റമളാനിന്റെ അവസാന ഭാഗവും ചൊവ്വാലിന്റെ ആദ്യ ഭാഗവും ഈ കുട്ടി ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇനി ഇങ്ങനെ സംഭവിക്കാം,
റമളാനിന്റെ അവസാനം, ഒന്നിരിക്കൽ റമളാൻ 29 അന്ന്, അതിന്റെ ശേഷം മാസപ്പിറവി കണ്ട്, അല്ലെങ്കിൽ റമളാൻ 30 അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ശവ്വാൽ മാസപ്പിറവിക്കു ശേഷം ഉടനെ ആ കുട്ടി മരിക്കു ചെയ്ത് എങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണ്ടി വരും? സക്കാത്ത് കൊടുക്കേണ്ടി വരും. എന്റെ കാരണം റമളാനിന്റെ അവസാന ഭാഗവും അതുപോലെ തന്നെ ശവ്വാലിന്റെ ആദ്യ ഭാഗത്തിലുമായി ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. പിന്നെ ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പൊ അവിടെ ശവ്വാലിന്റെ ആദ്യ ഭാഗവും റമളാനിന്റെ അവസാന ഭാഗവും ഈ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന നിലക്ക് ആ കുട്ടിക്ക് വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വ്യക്തമായി പറയുന്നു, ഇവിടെ റമളാൻ 29 അന്ന് അല്ലെങ്കിൽ റമളാൻ 30 അന്നൊക്കെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന വ്യക്തികൾക്ക് വിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് മരിക്കുന്നതെങ്കിൽ അത് ചിലപ്പം ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ടോ 3 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. അങ്ങനത്തെവർക്ക് അവർ മരിച്ചാലും വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നും സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെ വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. ഇതൊക്കെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവട്ടോ. വാപ്പ രണ്ടാമത് വന്നെത്തിക്കണമെങ്കിൽ ആ രണ്ടാം കുടിയലയമ്മാന്റെ വിത്ർ സക്കാത്ത് കൊടുക്കണോ? എന്റെ ആരും ക്ലാസ് റൂമിലില്ല, ഞാനിങ്ങനെ ഒറ്റക്ക് കൈപ്പത്ത് എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള മസലവാണ്. അബൂശംബിയിലെ വാപ്പ രണ്ടാമത് വന്നെത്തിക്കണമെങ്കിൽ രണ്ടാം കുടിയലയമ്മാന്റെ വിത്ർ സക്കാത്ത് കൊടുക്കണോ? ഇപ്പൊ 4 ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയല്ലോ. അതുകൊണ്ട് കേൾക്കുന്നവരൊക്കെ ഒരു രസിച്ചാണ്. ഞാൻ അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് ഉമ്മറയ്യാനും ദേഷ്യം പുസ്തകത്തേക്ക് ഞാനൊന്നും ഈ രാത്രി ഇങ്ങനെ വഹിക്കലായി. കേൾക്കുന്നതൊക്കെ രസിച്ചാൽ നിങ്ങളിങ്ങനെ ഒരു ഉത്സാഹമായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞമ്മക്കൊരു ഉത്സാഹം എത്തൂലല്ലോ. അപ്പൊ കുറെ ആൾക്കാർ കേൾക്കാണ്ട് അൽഹംദുലില്ലാ. നിങ്ങൾ ആരും കേൾക്കാനില്ലെങ്കിലും എന്റെ KMICയുടെ റേഡിയോ ശ്രോതാക്കളുണ്ടാവും. അപ്പൊ നമ്മളൊരു മസ്തലമാണ്. ഞാൻ ഇങ്ങനെ സംശയങ്ങൾ തീർത്തു പോകുവാൻ KMICയുടെ സാധുവായ എനിക്ക് സാധാരണക്കാരോടാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ അവരുടെ ശൈലിയിലേക്ക് തന്നെ നമുക്ക് ഇറങ്ങി വരാം. അതായിരിക്കും നന്നാവുക. അപ്പൊ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളാണെങ്കിൽ അവരുടെ വിത്ർ സക്കാത്ത് ഇവൻ കൊടുക്കണം. അവരൊരു മസ്അല. ചിലപ്പോ 2 പൊന്നെത്തിയ വാപ്പാരൊക്കെ ഉണ്ടാവും. അപ്പോ വാപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമ്മയല്ലാത്ത ഭാര്യ. സാധാരണ നമ്മളതിന് നാടൻ ഭാഷയിൽ പറയാ രണ്ടാം കുടി അലയമാനൊക്കെയാണ് പറയാ, അല്ലെ? രണ്ടാം കുടി അലയമ്മ എനക്കും പറയാറുണ്ട് നാടൻ ഭാഷയിൽ. പക്ഷേ ഈ വാപ്പാക്ക് കഴിവില്ലാന്ന് വെക്കുക. വാപ്പാക്ക് കഴിവില്ല എന്ന് വെക്കുക. വാപ്പാക്ക് കഴിവില്ലെങ്കിൽ ഈ വാപ്പ രണ്ടാമത് കഴിച്ച ഭാര്യന്റേതായ ചെലവിന് കൊടുക്കൽ ഈ വാപ്പാന്റെ മക്കൾക്ക് നിർബന്ധമാണ്. അപ്പൊ മമ്മദിന്റെ മകനാണ് പോക്കല് എന്ന് കൂട്ടിക്കോളി. അപ്പൊ ഈ മമ്മദിന് 2 ഭാര്യ ഉണ്ട്. ഒന്ന് പോക്കലിന്റെ അമ്മന്, പിന്നെ പോക്കലിന്റെ അമ്മ അല്ലാത്തൊരു ഭാര്യ. ഈ പോക്കനാണെങ്കിലോ സാമ്പത്തികമായി തീരെ കഴിവുമില്ല എങ്കിൽ മമ്മദിന്റെ ഉമ്മയല്ലാത്ത പിതാവാവുന്ന പോക്കലിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ വിത്ർ സക്കാത്ത് കൊടുക്കൽ ആർക്ക് ചെലവിന് കൊടുക്കൽ ആർക്ക് നിർബന്ധമാണ്? ഈ പോക്കലിന് നിർബന്ധമാണ്. വാപ്പായാകുന്ന മമ്മദിന്റെ രണ്ടാം ഭാര്യയുടെ ചെലവിന് കൊടുക്കൽ വാപ്പാക്ക് കഴിവില്ലെങ്കിൽ പോക്കലാകുന്ന മകന് നിർബന്ധമാണ്. പക്ഷെ അവരെ വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. അത് ചിലപ്പോ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്നിലധികം കല്യാണം കഴിച്ച വാപ്പാരൊക്കെ ഉണ്ടാവും. ചിലപ്പോ ആ വാപ്പാരെ രണ്ടാം കൂടി അലയമാന്റെ ചെലവൊക്കെ നടത്തുന്ന മക്കളുണ്ടാകും. പക്ഷെ അവരുടെ വിത്ർ സക്കാത്ത് കൊടുക്കൽ എന്തില്ല? നിർബന്ധമില്ല. ഇനി ഒരാൾ കൊടുത്തുവച്ചിട്ട് കുഴപ്പമില്ല, അത് നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പിന്നെ അവരുടെ അഭിപ്രായം ഉണ്ട്. പിന്നെ അവരെ വേറൊരു മസല കടന്നു വരുന്നുണ്ട് കേട്ടോ. വാപ്പ ഇപ്പൊ എങ്ങനെ വാപ്പാക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. വാപ്പാക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു മകനുണ്ട്. മമ്മദ് വാപ്പ, പോക്കര് മകൻ. പോക്കലിന് അത്യാവശ്യം കഴിവുണ്ട്. പക്ഷെ പോക്കര് ഹജ്ജ് ചെയ്തിട്ടില്ല. മകനാകുന്ന പോക്കര് ഹജ്ജ് ചെയ്തിട്ടില്ല. പക്ഷെ വാപ്പയാവുന്ന മമ്മദിന് മറ്റൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇവന്റെ അമ്മ മരിച്ച്, വാപ്പ നല്ല ആരോഗ്യമുള്ളവനാണ്, ശാരീരികമായി ഈ ജിമായിലേക്ക് ആവശ്യമുള്ളവനാണ്.
അപ്പൊ വാപ്പാക്ക് ഇനി രണ്ടാമതൊരു കല്യാണം പാടെ കഴിക്കണം. പക്ഷെ അതിന് വാപ്പാന്റെയൊക്കെ കായില്ല. മോനാവുന്ന പോക്കലിന്റെയൊക്കെ കാശുണ്ട്. വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാൽ പോക്കലാവുന്ന മകന് ഹജ്ജിന് പോവാൻ കാശ് തയ്യില്ല. ഹജ്ജിന് പോവാൻ നിന്നാലോ വാപ്പാനെ കൊണ്ട് പെണ്ണെത്തിക്കാനും കൂടൂല. രണ്ടിനും പാടല്ല കാശില്ല. അപ്പൊ പോക്കലാവുന്ന മകൻ ഹജ്ജിന് പോകാനോ വേണ്ടത്, അതല്ല വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാനോ വേണ്ടത് പോലത്തെ ചർച്ചകൾ അവിടെ ഉണ്ട്, പഠിക്കേണ്ടതാകുന്നു. അവിടെ വാപ്പാനെ കൊണ്ട് പെണ്ണെത്തിക്കൽ നിർബന്ധ. വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാൽ ഇനി പോക്കലിന് ഹജ്ജിന് പോവൽ പിന്നെ നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഹജ്ജുമായി ബന്ധപ്പെട്ട ഇത്തരം മസാലകളിലുണ്ട് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ അറിയിക്കുന്നു. പക്ഷെ അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം വാപ്പയുടെ രണ്ടാം ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാവുന്ന കോലത്തിൽ തന്നെ ആ രണ്ടാം ഭാര്യയുടെ വിത്തു സക്കാത്ത് കൊടുക്കൽ ഈ മകന്, വാപ്പാന്റെ മകന് എന്തില്ല, നിർബന്ധമില്ല, നിർബന്ധമാണ് എന്നും ഒരു അഭിപ്രായമുണ്ട് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ മക്കള് നല്ല ശ്രദ്ധിക്കണം. കഴിവുള്ള ചെറിയ മക്കൾ എന്ത് നോക്കുക. ഇപ്പൊ എന്റെ മോൻ റയ്യാൻ എന്ന് കൂട്ടുക, ഒരു ഉദാഹരണം. എന്റെ മോൻ റയ്യാൻ 4 വയസ്സായിട്ടുള്ളൂ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. KMIC-യിൽ മൈക്ക് എതിർത്ത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് പറയാനുള്ള ഇൽമും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു എന്റെ മോനും നമ്മുടെ എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ എന്റെ മോൻ റയ്യാൻ 4 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 വയസ്സായ ഒരു മോനുണ്ട്. ആ മോൻക്ക് സ്വത്ത് എന്ന് വെക്കുക. ആ മോൻക്ക് സ്വന്തമായി അവന്റെ വല്യമ്മ മരിച്ച വകുപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അവന് സ്വത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് വെക്കുക. അങ്ങനെ വരല്ലോ. ഓന്റെ വലിയൊരു ചെറിയ മോനാണ്, ഓന്റെ ജ്യേഷ്ഠൻ മരിച്ച് ആ മരിച്ച വകുപ്പിൽ ചെറിയ അഞ്ചനാവുന്ന ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്തു, നല്ല മുതൽ കിട്ടി, അനന്തരാവകാശം കിട്ടി. അങ്ങനെ ചെറിയ മക്കൾക്ക് സ്വത്തുണ്ടെങ്കിൽ ആ ചെറിയ മക്കളുടെ വിത്തു സക്കാത്ത് കൊടുക്കൽ. ആ ഓഹരി കിട്ടി, ഓഹരി കിട്ടിയാൽ അങ്ങനെ ആ നിലക്ക് സ്വത്ത് വെക്കുക. ആ സ്വത്തുണ്ടെങ്കിൽ ചെറിയ മകന്റെ വിത്തു സക്കാത്ത് കൊടുക്കൽ വാപ്പാക്ക് നിർബന്ധമില്ല. പിന്നെ എന്താണ് അവിടെ വാപ്പാക്ക് നിർബന്ധം? ഈ ചെറിയ കുട്ടികളാകുമ്പോ എങ്ങനെയാണ് വിത്തു സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടതെന്നും കുട്ടികൾക്കറിയില്ല. ആ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് ആ സക്കാത്തിന്റെ വിഹിതം എത്രയാണെങ്കിൽ അത് കൊടുക്കലാർക്ക് നിർബന്ധമാണ്. ആ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് ആ മുതൽ എടുത്ത് സക്കാത്ത് കൊടുക്കൽ വലിയന്, പിതാവിന് നിർബന്ധമാണ്. അല്ല, ഒരു പിതാവ് എന്ത് തീരുമാനിച്ചു, ചെറിയ മോനാണ്, അവനിക്ക് ഏതെങ്കിലും നിലക്ക് സ്വത്തിന്റെ അവകാശിയാണ്, അവനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത രൂപമാണ്, ഈ വാപ്പ തന്നെ സ്വന്തം ചെലവിൽ നിന്ന് എന്ത് ചെയ്തു, സക്കാത്ത് കൊടുത്തു എങ്കിൽ അത് ജായിസാണ്, കുഴപ്പമൊന്നുമില്ല. വാസ്തവത്തിൽ ഇവന്റെ സ്വത്തിൽ നിന്ന് ചെറിയ മക്കൾക്ക് സ്വത്തുണ്ടാകുമ്പോ വാപ്പയുടെ സ്വത്തിൽ നിന്ന് മക്കളുടെ വിത്തു സക്കാത്ത് കൊടുക്കൽ എന്തില്ല, നിർബന്ധമില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ഇനി അവരെ പ്രധാനപ്പെട്ട ഒരു മസാല ചിലപ്പോ നമ്മുടെ കുടുംബത്തിലൊക്കെ വളരെ ആവശ്യമാവും, എല്ലാവർക്കും ആവശ്യമില്ലെങ്കിലും ഈ പിണങ്ങിപ്പോയ ഭാര്യ എന്താവും, അതൊന്നും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കരീം ക്ലാസ് റൂമിൽ ഇല്ലാത്തതുകൊണ്ടാവുന്നത് ഗ്രൗണ്ട് ഒന്നും ഉസ്താദാവാത്തത്. ഈ രണ്ടാമത് വന്നിട്ടുന്ന വർത്താനക്ക് ഇപ്പൊ കരീമിനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഏതായിരുന്നാലും അവനെ കാണാനില്ല. ഏതായാലും അവൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവനെ കാത്തിരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നമുക്ക് തുടങ്ങാം. നാശിതത്തായ പെണ്ണ്, നല്ല ശ്രദ്ധിച്ചോളി, പിണങ്ങിപ്പോയ പെണ്ണ്. ഒരു ഭർത്താവിനെ തൊട്ട് ആര് പിണങ്ങി? ഭാര്യ പിണങ്ങിന്ന് വെക്കുക. ഈ ഭാര്യ പിണങ്ങിന്ന് പറയുമ്പോ ചിലോലക്ക് മനസ്സിലാക്കിയിട്ടില്ല നെടുമ്പോത്തേക്ക് പൂസണം എന്നാണ്. ഭാര്യ പിണങ്ങി എന്നാവണമെങ്കിൽ ഓല ഊരക്കുറ്റിക്ക് ചവിട്ട് കൊടുക്കണം, മോന്തക്കുറ്റിക്ക് അടിക്കണം, നെടുമ്പോത്തേക്ക് പൂസണം. ഇതൊക്കെയാണ് പിണങ്ങല്, അതൊന്നല്ല പിണങ്ങല്. പിണങ്ങിയ ഭാര്യയുടെ വിത്തു സക്കാത്ത് കൊടുക്കൽ ആർക്ക് നിർബന്ധമില്ല? ഭർത്താവിന് നിർബന്ധമില്ല. പിണങ്ങുന്നതിന്റെ രൂപം എങ്ങനെ നല്ല മനസ്സിലായിക്കൊള്ളു. അതായത് ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കുക. ഉദാഹരണം പറയാ, നോമ്പ് 29 അന്ന് രാവിലെ ഒരു മിസ്കോല് ഭാര്യ ഭർത്താവിന് ഗൾഫിലേക്ക് ഒരു മിസ്കോല് വിട്ട്, ഞാൻ തുണിക്കുപ്പായുണ്ടാക്കാൻ പോട്ടെ എന്ന് വെച്ചിട്ട് എനിക്കൊരു മാക്സ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്നൊരു സാധനം എടുക്കണം എന്നൊരു വിളിച്ച് ഫോൺ ചെയ്തു. പോവാൻ പാടില്ല എന്നാണ്.
അബൂറയ്യ ഉസ്താദിന്റെ എത്ര ഉസ്താദന്മാരെ വയലേത്ത് ഈ റമളാനിന്റെ അവസാനത്തെ പകലിൽ ഇത് അങ്ങാടി തണ്ടാൻ പോവാൻ പാടില്ല എന്നാണ്. പക്ഷെ പോവാൻ പാടില്ലാന്ന് ഭർത്താവ് പറഞ്ഞെങ്കിലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു ഉദാഹരണത്തോ ഗൾഫുകാർക്ക് പെട്ടെന്ന് തിരിയുന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. വേറെയും പല രൂപങ്ങളുണ്ട്. ഏതോ ഇരിക്കട്ടെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുക, അത് പിണങ്ങല. അത് ഒരൊറ്റ സെക്കൻഡ് ആയാലും മതി, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാനൊരു പ്രധാനപ്പെട്ട ചില മസാലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അവനവന്റെ ഭാര്യയെ വളരെയധികം നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതാണ്. ഇമ്മ മരിച്ചതിന്റെ പേരിൽ, ഉപ്പ മരിച്ചതിന്റെ പേരിൽ വരെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഭാര്യക്ക് പോകാൻ പാടില്ല എന്നാണ്. ഒരു ഭാര്യയുടെ പിതാവ് മരിച്ചു, ഭർത്താവ് സമ്മതം കൊടുത്തില്ല. ഭർത്താവ് പറഞ്ഞ് എന്റെ ഉപ്പ മരിച്ചോട്ടേക്ക് പോവാൻ പാടില്ല എന്ന്. പക്ഷെ ആ ഭാര്യക്ക് പോവാൻ പാടില്ല. ഞാൻ മുമ്പൊരിക്കൽ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭത്തിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. മഹാനായ ഗസാലി ഇമാം തന്റെ യഹിയയിൽ ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സഹാബിയും ഒരു സഹാബിയത്തായ സ്ത്രീ, ഭാര്യയാവുന്ന സ്ത്രീയും ഒരു വീടിന്റെ മുകളിൽ താമസിക്കുന്നു. ആ വീടിന്റെ നേരെ താഴ്ഭാഗത്ത് വാപ്പയും ഉമ്മയും താമസിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു മസ്തലുണ്ട്. വഹാബിക്ക റസൂലുള്ളാഹിന്റെ കാലത്തും ഗ്രൗണ്ട് പോലും ആപ്ചേരക്കുള്ള വീടുണ്ടായിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഈ സഹാബിയായ ഭർത്താവ് ഒരു യാത്ര പോവാൻ ഉദ്ദേശിക്കുക. ആ ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഭർത്താവുന്ന ഈ സഹാബി പോയി. നേരെ താഴെ വാപ്പ താമസിക്കുന്നുണ്ട്. ആ വാപ്പ രോഗിയായപ്പോ ഈ സഹാബിയത്തായ സ്ത്രീക്ക് വാപ്പാനെ കാണാൻ ഒരു ആഗ്രഹം. പക്ഷെ ഭർത്താവ് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്, ഞാൻ വരുന്നത് വരെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത്. എനിക്ക് താഴെ ഇറങ്ങി എന്റെ രോഗിയായ പിതാവിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഈ ഭാര്യക്കൊരു സംശയം. അപ്പൊ എന്റെ ഒരാളെ പറഞ്ഞു, എന്റെ ഭർത്താവ് പോകുമ്പോ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ ഉപ്പ രോഗിയായി നേരെ താഴെ കിടക്കുന്നുണ്ട്. ആ രോഗിയായ ഉപ്പയെ ഒന്ന് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് റസൂലുള്ളാഹിനോട് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ വിട്ടു. റസൂലുള്ള ആ സ്ത്രീയിലേക്ക് ഈ ആളുവഴി സന്ദേശം അറിയിച്ചു, ഈ സൗജക്കി, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം. വാപ്പ സുഖമില്ലാത്ത വാപ്പാനെ സന്ദർശിക്കണം. പക്ഷെ ഭർത്താവ് നിന്നോട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് കൽപ്പിച്ചിട്ടല്ലേ പോയത്, അതുകൊണ്ട് നീ ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ വാപ്പാന്റെ രോഗം അധികമായി. വാപ്പ മരിച്ചപ്പോൾ വീണ്ടും ഈ സഹോദരി റസൂലുള്ളാഹിയിലേക്ക് ആലവിട്ടു. റസൂലേ, എന്റെ പിതാവ് മരിച്ചിരിക്കുന്നു, ആ മരിച്ച പിതാവിനെ ഞാനൊന്ന് കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചു, ഈ സൗജക്കി, നീ നിന്റെ ഭർത്താവിനെ അനുസരിച്ചോ. ഭർത്താവ് താഴേക്ക് ഇറങ്ങരുത് എന്നല്ലേ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ. അവനവന്റെ ഭാര്യയുടെ പിതാവ് മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ പറഞ്ഞയക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ചില സഹോദരിമാര്, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങാടി തെന്തുന്ന പല സഹോദരിമാരെയും കാണാം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ പല കല്യാണങ്ങൾക്കും പോകുന്നവരെ കാണാം. അവരൊക്കെയും ഈ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കാൻ വേണ്ടി ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. അങ്ങനെ ആ സഹോദരി താഴോട്ടിറങ്ങിയില്ല. പിതാവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് കത്തിലിൽ വെച്ചു. ആ പിതാവിനെ കൊണ്ടുപോയി കബറക്കിയതിനു ശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ആ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല വിട്ടുകൊടുത്തു മാഫാക്കി കൊടുത്തിരിക്കുന്നു. കാരണം ഭർത്താവിനെ അനുസരിച്ച ഒരു മകളുടെ പിതാവ്, ഭർത്താവിനനുസരിച്ച ഒരു മകളുടെ പിതാവ് എന്ന നിലയ്ക്ക്, ഒരു ഭർത്താവിനനുസരിച്ച ഒരു സഹോദരിക്ക് ജന്മം നൽകിയ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ആ പിതാവിന്റെ എല്ലാ ദോഷവും അല്ലാഹു തആല വിട്ടുകൊടുത്തു മാഫാക്കി കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വാപ്പ മരിച്ചോത്തക്കാണെങ്കിലും ശരി, ഉമ്മ മരിച്ചോത്തക്കാണെങ്കിലും ശരി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഭാര്യ നാശിതത്താണ്, പിണങ്ങിയവളാണ്.
ആ പിണങ്ങിയ ഭാര്യന്റെ വിത്രു സക്കാത്ത് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല. ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. ചെലവിന് കൊടുക്കൽ നാശിതത്തായ ഭാര്യയാണ് ഈ നിലക്ക് പിണങ്ങിയ ഭാര്യയാണെങ്കിൽ ആ പിണങ്ങിയ ഭാര്യയുടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് ആ ഭാര്യയുടേതായ വിത്രു സക്കാത്തും കൊടുക്കൽ നിർബന്ധമില്ല. വേറൊരു ഉദാഹരണം പറയാം. ഈ പെണങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെണങ്ങാന്ന് പറഞ്ഞാലും നെടുമ്പോഴത്തേക്ക് പൂസാനൊന്നുമല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഭർത്താവിന് ഇങ്ങനെ ഒരു ആഗ്രഹം, ഓലെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ. ഒരു ഭർത്താവിന് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു ഉദ്ദേശം ഭർത്താവിനില്ല. ഭർത്താവിന്റെ ഉദ്ദേശം എന്ത് മാത്രമല്ല, അവളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പെണ്ണ് നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കണ്ടാണ്, നിങ്ങൾ അത് തലയും താത്തിങ്ങാണ്ട് അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ മുഖത്തുകൂടെ ഒരു പുതപ്പ് തിങ്ങാണ്ട് അവിടെ ഇരുന്ന്. അങ്ങനെ എന്താവും ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ നോക്കാനൊരു ആഗ്രഹം, നോക്കാനൊരു കൂതി, ഓല മുഖത്തേക്കും നോക്കിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക, അത്രേ പണിക്ക് ആഗ്രഹമുള്ളൂ. അപ്പൊ ഇവലെന്ത് ചെയ്തു, ഇവളുടെ മുഖത്തേക്ക് ഭർത്താവിനെ നോക്കാൻ അയക്കാതെ മുഖത്തൊരു മുണ്ടിട്ട് മൂടിയിട്ട് അവിടെ ഇരുന്നു. ഈ പെണ്ണ് നാശിതത്ത. ആ പെണ്ണിന് അന്ന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ദിവസമാണ് പെരുന്നാൾ ദിവസം വന്നു നോക്കുക. അന്ന് ഈ പെണ്ണിൻ്റെതായ വിത്രു സക്കാത്തും കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷെ അവരൊരു മസാല ഞാൻ പറയാം, അത് ചിന്തിക്കുന്ന നല്ലതാ. കാരണം എന്തൊക്കെ ഇപ്പം ചില ഗൾഫുകാർക്ക് ആവശ്യമാവും. ഞാനിതൊരു ഊഹിച്ചു പറയല്ല, ഞാൻ ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞൊരു മസാലയാണ്. പക്ഷെ നമ്മുടെ നാട്ടു നടപ്പുകളിലൊക്കെയും ഭാര്യന്മാര്, പിണങ്ങിപ്പോയ ഭാര്യന്മാരുള്ള ഭർത്താക്കന്മാരുണ്ട്, അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ചിലപ്പോ നമ്മുടെ പെൺമക്കളെ പെങ്ങന്മാരേക്കും കെട്ടിച്ചിട്ട് ഭർത്താവിന്റെ പേരേന്ന് തെറ്റിപ്പോന്ന പെങ്ങന്മാരുണ്ടാകും. അപ്പൊ ഈ പെങ്ങന്മാരുടെ വിത്രു സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? എന്റെ മകള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നതാണ്, എന്റെ മകളുടെ വിത്രു സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? പോലത്തെ ചോദ്യങ്ങളൊക്കെ അവിടെ വരും. ആ ചോദ്യത്തിനൊക്കെയും ചിലപ്പം അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെയധികം മനസ്സിലാക്കുന്ന നല്ലതാ. അപ്പൊ റമളാൻ 29 അന്ന് അല്ലെങ്കിൽ റമളാൻ 30 അന്ന് രാവിലെ ഭാര്യ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പെരേന്ന് പോയി. എല്ലാം ശ്രദ്ധിച്ചോളി, പെരേന്ന് പോയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എളുപ്പം തിരിയാൻ ഞാൻ പറയാം. റമളാൻ 30 അന്ന് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ആര് ഇറങ്ങിപ്പോകാന്? ഭാര്യ ഇറങ്ങിപ്പോകാന്. അവരുടെ എന്തോ ഒരു ഉദ്ദേശത്തിന് പോലെ ഇറങ്ങിപ്പോവുക, ഭർത്താവ് സമ്മതം കൊടുത്തിട്ടില്ല. അങ്ങനെ പോയി റമളാൻ 30 അന്ന് പകലിലാണ് ഈ ഇറങ്ങിപ്പോക്ക് നടക്കുന്നത്. പക്ഷെ റമളാൻ 30 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആര് ആ പിണക്കം തീർത്ത് ആ ഭാര്യ തിരിച്ചു വന്നു എന്ന് വെക്കുക, എങ്കിൽ ആ ഭാര്യയുടെ വിത്രു സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. പക്ഷെ അന്ന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. നല്ല ഒരു സാധാരണ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു കടമ ബന്ധം, അതിന്റെ ഗൗരവം ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഈ മസാല ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അഥവാ ഒരു ദിവസം ഒരു ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണല്ലോ ഓരോ ദിവസവും. അത് ഓരോ ദിവസവും രാവിലെ കൊടുക്കാം, അല്ലെങ്കിൽ മാസത്തിന് ഒന്നാഴ്ച കൊടുക്കാം, അതൊക്കെ വേറെ ചർച്ച. പക്ഷേ ഒരു ദിവസം ഒരു സെക്കൻഡ് സമയം വലോ ലഹളത്തെന്നാണ്, ഒരു സെക്കൻഡ് സമയം ഭാര്യ ഇവനോട് പിണങ്ങിയാൽ അന്നത്തെ ദിവസം ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. ചെലവിന് കൊടുത്തതിന്റെ ശേഷമാണ് പിണങ്ങിയത് എന്ന് വെക്കുക, കൊടുത്തത് തിരിച്ചു വാങ്ങാം. ഇതൊക്കെ ചിലപ്പം ഭാര്യമാരെ ഇങ്ങനെ ചൂടാവുമ്പോഴേ വേണ്ടാത്തത് നമ്മളെ വരച്ച വരയിൽ ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോഴേ ഒക്കെ നിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യും? ഒരു ബേജാറ് വരും, ഒരു ഭാര്യക്കുള്ള കടമ. അപ്പൊ ഞാൻ പറയട്ടെ, രാവിലെ ഈ ഭാര്യക്കുള്ള ചെലവിന് കൊടുത്തിട്ടുണ്ട്, അത് 1.5 മുദ്ദോ 1 മുദ്ദോ, അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഭർത്താവിന്റെ കഴിവിനനുസരിച്ചിട്ടാണല്ലോ അത് വരിക. അപ്പൊ ഏതായിരുന്നാലും രാവിലെ ചെലവിന് കൊടുത്തു. പക്ഷെ ഉച്ചക്ക് ഭാര്യ ഇവനോട് പിണങ്ങി. ഇങ്ങനെ ഒരു ഇസ്ലാമികമായ രൂപത്തിലുള്ള ഒരു പിണങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? വൈകുന്നേരത്ത് ഇവൻ എന്ത് ചെയ്തു? വൈകുന്നേരത്ത് ഇവർക്ക് പതൊന്നും അറിയില്ല, പിണങ്ങിയ ദിവസം ചെലവിന് കൊടുക്കണ്ട എന്ന മസല ആർക്കറിയില്ല. ഈ പാവം പോക്കലിന് അറിയില്ല. ഈ പാവം പോക്കലിന് എന്തറിയില്ല? പിണങ്ങിയ ദിവസം ചെലവിന് കൊടുക്കണ്ട എന്നുള്ള മസലൊന്നും ആർക്കറിയില്ല, പോക്കലിന് അറിയില്ല. പോക്കല് രാവിലെ ഓന്റെ ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഉച്ചക്കോലമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? പിണങ്ങും ചെയ്ത്.
വൈകുന്നേരത്ത് KMIC വന്നപ്പോഴാണ് അബൂ റയ്യാന്റെ ക്ലാസ് കേൾക്കുന്നത്. എന്താ അബൂ റയ്യാൻ പറയുന്നത്? പിണങ്ങിയ ദിവസം ചെലവിന് കൊടുക്കലെന്നില്ല, നിർബന്ധമില്ല. അപ്പോഴാണ് ഇവൻ വിചാരിച്ചു, ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ചെലവിന് കൊടുത്തല്ലോ, ഉച്ചക്ക് ഞങ്ങൾ തമ്മിൽ പിണങ്ങിക്കണല്ലോ, നേരെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് പറയാ, എനിക്ക് തന്ന ചെലവ് ഇങ്ങോട്ട് തിരിച്ചു തന്നാലാ, കാരണം നീ ഇന്ന് ഞാനുമായി പിണങ്ങിയ ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് ചെലവിന് തരല എനിക്കെന്തില്ല, നിർബന്ധമില്ല, അതുകൊണ്ട് നിനക്ക് തന്ന ചെലവ് അരി അല്ലെങ്കിൽ ആ ഭക്ഷണത്തിനുള്ള പൈസ എനിക്ക് തിരിച്ചു തരേണ്ടതാവുന്നു. മാന്യത ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കണ്ട, പക്ഷെ തിരിച്ചു ചോദിക്കാല മസാലല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എന്താണ് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാനൊരു മസാല പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പിണങ്ങിയ ദിവസം ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷെ അപ്പൊ പിണങ്ങിയ ദിവസമാണ് ശവ്വാൽ മാസപ്പിറവി വന്നത് എന്ന് വെക്കുക, ചെറിയ പെരുന്നാൾ വന്നത് എന്ന് വെക്കുക. അപ്പൊ റമളാൻ 30 അന്ന് രാവിലെ പിണങ്ങിപ്പോയി, പക്ഷേ അല്ലെങ്കിൽ റമളാൻ 29 അന്ന് പിണങ്ങിപ്പോയി, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ആ പെണ്ണ് തിരിച്ചു വന്നു, പിണക്കം തീർന്നു. അന്ന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലെങ്കിലും വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ പിണങ്ങിയ ദിവസം റമളാൻ 30 ആകുകയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ പിണക്കം തീർത്ത് ആ ഭാര്യ തിരിച്ചു വരികയും ചെയ്താൽ അന്ന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലെങ്കിലും ആ ഭാര്യന്റേതായ വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. പിന്നെ അവിടെ എന്റെ പ്രിയപ്പെട്ട, അപ്പൊ പിന്നെ ഈ പെണ്ണിന്റെ സക്കാത്ത് ആര് കൊടുക്കണം? നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. പിണങ്ങിയ സ്ത്രീ ഭാര്യന്റെ വിത്തുൽ സക്കാത്ത് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല. അപ്പൊ അവളുടെ വിത്തുൽ സക്കാത്ത് ആര് കൊടുക്കണം? അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ കൊടുക്കണം. അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവലാണ് അവളുടെ വിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത്, ആരല്ല അവളുടെ ഭർത്താവ് വിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടൊരു പ്രത്യേകമായ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഈ ഭാര്യ സമ്മതമില്ലാതെ ഭാര്യ ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാണ്? ഹൈളിന്റെ മസല പഠിക്കാനാണ്. അത് നമ്മുടെ വിത്തുൽ സക്കാത്തുമായി ബന്ധപ്പെട്ട മസല അല്ലെങ്കിലും ആ ഒരു മസലയുടെ ഗൗരവം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യ ഇറങ്ങിപ്പോയാൽ, അവൾ യാത്ര പോയാൽ അന്ന് അവളുടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല, കൊടുത്ത ചെലവ് തിരിച്ചു വാങ്ങാം. അതുപോലെ തന്നെ അത് ശവ്വാൽ മാസപ്പിറവി കണ്ട സമയത്തും ആ പിണക്കത്തിലാണെങ്കിൽ ഈ ഭാര്യയുടെ വിത്തുൽ സക്കാത്തും കൊടുക്കൽ നിർബന്ധമില്ല. ഇത്രയും ഗൗരവമാണ്. പക്ഷേ റമളാൻ 30 അന്ന് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. എന്താ ക്ലാസ്സിലെ വിഷയം? ഹൈളിന്റെ മസല വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പൊ ഭർത്താവിന് ഫോൺ ചെയ്ത്, ഞാന് ഇങ്ങനെ ഒരു ഹൈളിന്റെ ക്ലാസ്സിൽ ഹൈളിന്റെ മസലകൾ പറയുന്ന ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, അതിന് ഞാൻ പോത്തേന്ന് വെച്ച്. അതിന് പോവാൻ പാടില്ല എന്നാണ്. എന്നാ പിന്നെ ഞങ്ങള് പഠിപ്പിച്ചു കാത്തിന്നാന്ന്. ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. അങ്ങനെ ഈ പെണ്ണിന്റെ ജീവിതത്തില് ഫർള് ഐനായി അരിയൽ നിർബന്ധമായ ഹൈള്, നിസ്കാരം, വുളൂഅ്, നിഫാസ്, ഇസ്തിഹാലത്ത് പോലോത്ത നിർബന്ധമായ മസലകൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ഇവൻ പഠിപ്പിച്ചു കൊടുക്കുകയുമില്ല, ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയുമില്ലാത്ത സാഹചര്യത്തിൽ ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ തന്നെ അത്തരം നിർബന്ധമായ മസലകൾ പഠിക്കാം. വീട് വിട്ട് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങിയാൽ അതൊരിക്കലും തന്നെ പിണക്കമാകുകയില്ല. അത് നാശികത്തായ ഭാര്യയാണെന്ന് അവളെ കുറിച്ച് പറയാൻ പറ്റില്ല. അതിന്റെ പേരിൽ അവരുടെ വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവാത്ത അവസ്ഥ വരില്ല, ചെലവ് കൊടുക്കൽ നിർബന്ധമാവാത്ത അവസ്ഥ വരില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇനി അതുപോലെ തന്നെ ആവശ്യമില്ലെങ്കിലും ഒരു മസലയുടെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, നാശികത്തായ പിണങ്ങിയ ഭാര്യയുടെ ഹുക്കുമിലാണ് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത എല്ലാ ഭാര്യമാരും. ചിലപ്പോ ഭാര്യക്കാരെ ചെലവിന് കൊടുക്കൽ നിർബന്ധം ഉണ്ടാവില്ല. ഉദാഹരണം, ചെറിയ കുട്ടിയ
അങ്ങനത്തെ ചെറിയ കുട്ടിയൊന്നും പാരും കല്യാണം കഴിക്കൂല. ഒരു 5 വയസ്സ് 6 വയസ്സായ ഒരു കുട്ടിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരാൾ കല്യാണം കഴിച്ചത് നോക്കുക. ഒരു 6 വയസ്സായ കുട്ടിനെ എങ്ങനെ ശാരീരികമായി ജിമായിന് സൗകര്യപ്പെടോ ഇല്ല. സംഗതി ഇവന്റെ ഭാര്യയാണ്. വത്തിന് ആവതില്ലാത്ത ഭാര്യ എന്ന നിലക്ക് ഈ ചെറിയ കുട്ടിയുടെ ഭാര്യയാവുന്ന ചെറിയ കുട്ടിയുടെ ചെലവ് കൊടുക്കൽ ആർക്ക് നിർബന്ധമില്ല. ഭർത്താവായ ഇവന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ കുട്ടികളുടെ ഭാര്യയാവുന്ന വത്തിന് ആവതില്ലാത്ത ചെറിയ കുട്ടികളാവുന്ന ഭാര്യയുടെ വിത്തുൽ സക്കാത്ത് കൊടുക്കല് ഈ ഭർത്താവിന് നിർബന്ധമില്ല. അത് വല്ലാതെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ഒരു മസാല എന്ന നിലക്ക് ഞാൻ വല്ലാതെ അതിന്മ കടിച്ചു തൂങ്ങുന്നില്ല. ഇനി അതുപോലെ തന്നെ ചെലവിന് കൊടുക്കൽ നിർബന്ധം ഉണ്ടാവൂല. ഭാര്യയായിരിക്കും. ഭാര്യ മറ്റൊരു ശുഭന്റെ വസ്തു സംഭവിച്ചു. ഇവന്റെ ഭാര്യയെ ഒരു അന്യപുരുഷൻ അവന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ട് എന്താക്കി വസ്തു ചെയ്തു എന്ന് വെക്കുക. ഇപ്പൊ എന്താവും? ഇങ്ങനെയൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ്. അപ്പം ചെയ്തു സ്ത്രീകളൊക്കെ ഒരു ഭാഗത്താ കിടക്കുന്നത്, പുരുഷന്മാരൊക്കെ ഒരു ഭാഗത്താ കിടക്കുന്നത്. ഇവൻ മെല്ലെ രാത്രി എല്ലാരും അങ്ങീന്ന് കണ്ടപ്പോ ഇവൻ തന്റെ ഭാര്യന്റെ അടുത്തേക്ക് ചെന്നതാണ്. ഭാര്യയാണെന്ന് വിചാരിച്ച് ഇവൻ ബന്ധപ്പെട്ട് സുബ്ഹാനല്ലാ, പെണ്ണിനറിയാ ഇതിന്റെ പുരാപ്പലല്ല, എന്റെ പുരാപ്പലക്ക് താരില്ല, അതിപ്പോ താരില്ല ഒരാളാണല്ലോ. അപ്പൊ നമ്മളെത്തി ഈ ബന്ധപ്പെടുന്നതൊക്കെ പെണ്ണിനറിയാം. പക്ഷെ ഈ ഭാവത്തിന് ഇതൊന്നും അറിയില്ല. ഈ ഭാവം ഇവന്റെ ഭാര്യയെന്ന് എന്ന നിലക്കാണ് ഈ ബന്ധപ്പെടുന്നത്. അതിന് ശുഭന്റെ വത്ത് എന്ന് പറയും. അപ്പൊ ശുഭന്റെ വത്ത് സംഭവിച്ചാൽ അവിടെ ഇരിക്കണം. ഇരിക്കുന്ന പെണ്ണിനെ ശുഭന്റെ വത്ത് മൂലം ഇരിക്കുന്നതായ പെണ്ണിനെ ഒരിക്കലും തന്നെ അവനിക്ക് ബന്ധപ്പെടാൻ, ഈ ഭർത്താവിന് അസിലിയായ യഥാർത്ഥ ഭർത്താവിന് ബന്ധപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ ശുഭന്റെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലെങ്കിൽ ആ ശുഭന്റെ വത്തിയിലായിട്ട് ഇദ്ദയിരിക്കുന്ന പെണ്ണ് ശവ്വാൽ മാസപ്പിറവിയുടെ സമയത്ത് ആ പെണ്ണിന്റെ വിത്തുൽ സക്കാത്ത് ഇവന്റെ ഭാര്യയാണെങ്കിലും വിത്തുൽ സക്കാത്ത് കൊടുക്കൽ എന്തില്ല? നിർബന്ധം ഇല്ല. അത് ഭർത്താവിന് നിർബന്ധമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെയും ആ പെണ്ണിന് കഴിവുണ്ടെങ്കിൽ ആ പെണ്ണാണ് വിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത്. അതൊക്കെ നമ്മൾ അറിയേണ്ട മസാലകളാ. എന്താ നിങ്ങൾ ചിരിച്ചിന്? നിങ്ങളിപ്പോ ഇങ്ങനെ ചിരിച്ചു അല്ലേ? ചിലപ്പോ നമ്മൾ അങ്ങനെ എത്ര സംഭവം കേൾക്കുന്നുണ്ട്. ഇവന്റെ ഭാര്യനെ മറ്റോന്ന് ഉപയോഗിച്ചു എന്ന് എത്ര സംഭവം കേൾക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഇപ്പൊ അതിന്റെ മസാലകളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പേപ്പറിൽ വായിച്ച് വിടുക, അല്ലെങ്കിൽ നമ്മൾ അതൊരു കുടുംബത്തിലെ പ്രശ്നമായിട്ട് എഴുതി തള്ളുക. പക്ഷേ അവിടൊക്കെയും വിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. അതുപോലെ തന്നെ ഭർത്താവിന് തീരെ കഴിവില്ല. വഹാബുക്കവാനമാരി അങ്ങനത്തൊക്കെ എത്ര സംഭവങ്ങൾ ആരാപ്പോ ഇദ്ധരിക്കുന്നത്? ഇഞ്ഞുണ്ടാവൂല അല്ലേ? അങ്ങനല്ല ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ. ഇനി ഓലേക്കന്നെ അങ്ങനെ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു ഒതുക്കി നേരെ അങ്ങോട്ട് കൊണ്ട് ഒരു പിന്നെയും ബന്ധപ്പെടുക. അങ്ങനെ ശുഭന്റെ വത്ത് സംഭവിച്ചാൽ ആ പെണ്ണ് ഇദ്ധയിരിക്കണം. ആ ഇദ്ധയിരിക്കുന്ന സമയത്ത് യഥാർത്ഥ ഭർത്താവിന് ആ പെണ്ണുമായി ബന്ധപ്പെടൽ ഹറാമാണ്. ബന്ധപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. നിർബന്ധമില്ലാത്തത് കൊണ്ട് വിത്തുൽ സക്കാത്തും കൊടുക്കൽ നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഈ ശുഭന്റെ വത്തുകിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ആ മസലയിലേക്ക് വന്നതാ. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. പലവരും ശുഭന്റെ ഇതൊന്നും ആരും ഇരിക്കുന്നില്ല. അതൊക്കെ വളരെ തെറ്റാണെന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവിന് തീരെ കഴിവില്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവ് പാവപ്പെട്ടവനാ, ഭയങ്കര സാമ്പത്തികമായി ഞെരുക്കമുള്ളവനാ. അവനിക്ക് തന്നെ ഭക്ഷണത്തിനുള്ള വക വെക്കാൻ യാതൊരു മാർഗമില്ല. അപ്പൊ അവനിക്കിപ്പോ വിത്തുൽ സക്കാത്ത് കൊടുക്കണ്ടല്ലോ അല്ലെ? ആ വിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ലെങ്കിലും ഭാര്യക്ക് കഴിവുണ്ട് നോക്കുക. ഭർത്താവ് ഞെരുക്കക്കാരനാണ്, സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത സാഹചര്യത്തിലുള്ള അവസ്ഥയിലാണ്. ഭാര്യക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ സക്കാത്ത് കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. ചിലപ്പോൾ ഈ മസല നമുക്ക് എല്ലാവർക്കും ആവശ്യമാവട്ടോ അല്ലേ? ചിലപ്പം ഭാര്യക്ക് അത്യാവശ്യം കഴിവൊക്കെ ഉണ്ടാവും, ഭർത്താവിന് തീരെ കഴിവുണ്ടാവൂല.
ഭർത്താവിന് കഴിവില്ല എന്ന നിലക്ക് അവനിക്ക് എന്തില്ല, സക്കാത്ത് കൊടുക്കൽ എന്തില്ല, നിർബന്ധമില്ല എന്ന് വെക്കുക. അപ്പൊ അവന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലെങ്കിൽ പിന്നെ അവന്റെ ഭാര്യന്റെ വിത്ത് സക്കാത്ത് എന്ത് വേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭാര്യക്ക് കഴിവുണ്ടെങ്കിൽ ഭർത്താവിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യ അവളുടെ സ്വത്തിൽ നിന്ന് അവളുടെ വിത്ത് സക്കാത്ത് കൊടുക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു ഭർത്താവ്, ആ ഭർത്താവ് ഞെരിക്കക്കാരനാണ്, ആ നിലക്ക് അവനിക്ക് വിത്ത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്തവനാണ് എങ്കിൽ ഭാര്യക്ക് കഴിവുമുണ്ട്, ഭാര്യക്ക് അവരുടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. കാരണം ഭാര്യന്റെ വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്. പക്ഷെ ഭർത്താവിന് കഴിവില്ല, ഭാര്യക്ക് കഴിവുണ്ടെങ്കിൽ അവൾക്കത് സുന്നത്താണ്. പലപ്പോഴും ഈ മസ്അല നമ്മുടെ കുടുംബത്തിൽ പലവർക്കും ആവശ്യമാവും. കാരണം ഭാര്യക്ക് അത്യാവശ്യം കഴിവുള്ള എത്രയോ സഹോദരിമാർ, ഭർത്താവിന് സാമ്പത്തികമായി വളരെയധികം ഞെരുക്കമുള്ള ഭർത്താവുമുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. അത്തരം സഹോദരിമാര് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരെ കൂട്ടത്തിലുണ്ടാവും അല്ലെ, എന്റെ ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളുടെ പെങ്ങന്മാരെ കൂട്ടത്തില് അല്ലെങ്കിൽ പെൺമക്കളുടെ കൂട്ടത്തില് ഭർത്താവിന് തീരെ കഴിവില്ല, സക്കാത്തൊന്നും കൊടുക്കാതെ കഴിവില്ല, പെങ്ങൾക്ക് അത്യാവശ്യം ഉമ്മ വൈക്ക് കിട്ടിയ സ്വത്തോ അല്ലെങ്കിൽ വാപ്പ വൈക്ക് കിട്ടിയ സ്വത്തിനൊക്കെയുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാര്യയാണെന്ന് വെക്കുക. അപ്പൊ നമ്മൾ പറയാ, ഭർത്താവിന് എന്റെ വിത്ത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധം ഇല്ലെങ്കിലും ഇതൊരു പണി ചെയ്യും, അനക്ക് ന്റെ സ്വത്തോരി തേങ്ങ വിറ്റ കാശ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ലേ, എന്റെ വിത്ത് സക്കാത്ത് കൊടുത്താലാ നമുക്കൊരു സുന്നത്തായ അമലാണ്, നമുക്കൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഒരാൾ സഹോദരി ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അതൊരു ഉപകാരം എന്ന നിലക്ക് ഞാൻ ആ മസ്അല ഉണർത്തിയതാണ്. അപ്പൊ ഭർത്താവ് ഞെരിക്കക്കാരനാണ്, ഭാര്യ കഴിവുള്ളവരുമാണ് എങ്കിൽ അവളുടെ വിത്ത് സക്കാത്ത് അവൾക്ക് കൊടുക്കൽ എന്താണ്, സുന്നത്താണ്. ഇനി നമ്മളത് ഇന്നലെ ഉണർത്തിയിട്ടുണ്ട്. റജഈയായ ഇദ്ദയിരിക്കുന്ന പെണ്ണ്, ഒരു തലാക്കോ രണ്ട് തലാക്കോ ചൊല്ലി ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണെങ്കിൽ ആ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന്റെ വിത്ത് സക്കാത്ത്, റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന്റെ വിത്ത് സക്കാത്ത് ഭർത്താവാണ് കൊടുക്കേണ്ടത്. കാരണം റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന്റെ ചെലവ് കൊടുക്കൽ തലാക്ക് ചൊല്ലിയ പുരുഷന് നിർബന്ധമായതുകൊണ്ട് അവരുടെ വിത്ത് സക്കാത്തും ഇവൻ കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ മസ്അലക്ക് എല്ലാവർക്കും ആവശ്യം അല്ലേ ലോഹാബുക്ക. നമ്മുടെക്കും കുടുംബത്തിൽ നമ്മുടെ ആൺമക്കൾ എത്ര ആൾക്കാരപ്പൊ തലാക്ക്, ഭാര്യമാരെ തലാക്ക് ചൊല്ലി ഇദ്ദയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷെ ആ ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലിയ ആ സ്ത്രീ ഇദ്ദയിലിരിക്കുക, ഈ പുരുഷനാണ് അവരുടെ വിത്ത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധം അറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. ഓൻ അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല, ഓ മനസ്സിലാക്കേണ്ട ഓരോ ഭാര്യ തലാക്കല്ലിക്കുന്നില്ല, ഇനി എന്ത് സക്കാത്ത് അല്ല. അപ്പൊ ഇദ്ദയിൽ ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലി ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് ഈ തലാക്ക് ചൊല്ലിയ പുരുഷനാണ്. വഹാബുക്ക പറഞ്ഞ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നോക്കി, ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഞാനിപ്പോൾ KMIC ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്. ഞാനൊക്കെ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ ക്ലാസ്സിന് ചെന്ന് ഇമാതിരി മസ്അലകൾ പറയുമ്പോ എത്രയോ വയസ്സന്മാർ ഇന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഇന്റെ മകൻ തലാക്ക് ചൊല്ലിയത് റമദാൻ മാസത്തിലാ, 2-3 കൊല്ലം മുന്നേ. ആ പെണ്ണിന്റെ വിത്ത് സക്കാത്ത് അന്ന് ഞങ്ങളേനല്ല കൊടുക്കേണ്ടത്, ഞങ്ങൾ കൊടുത്തിട്ടില്ല, എന്താ കാട്ടുക? കാരണം എന്താണ്? ചിലപ്പോൾ സംഭവിച്ചത് എന്തായിരിക്കും ശ്രദ്ധിക്കണം. സംഭവിച്ചത് 10 കൊല്ലം മുന്നേ ആയിരിക്കും ഇങ്ങനത്തെ സംഭവം നടന്ന കുടുംബത്തില്. പക്ഷെ അന്ന് അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ല. പക്ഷേ മസ്അല കേൾക്കുന്നത് 4 കൊല്ലം കഴിഞ്ഞിട്ടാ. വാസ്തവത്തിൽ ഞാൻ അവിടെ മനസ്സിലാക്കിയത്, ഞാൻ അതിനെതിരുണ്ടെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കാം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിന്. അന്നത്തെ വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് ഞാനായിരുന്നു. ഞാൻ അന്ന് റമളാനിലാണ് ഒരു തലാക്ക് ചൊല്ലിയത്. ആ റമളാനിന്റെ ശേഷമുള്ള ശവ്വാൽ മാസത്തിലെ വിത്ത് സക്കാത്ത് യഥാർത്ഥത്തിൽ ഞാനായിരുന്നു നൽകേണ്ടത്. അന്ന് എനിക്ക് മസ്അല അറിയാത്തതിന്റെ പേരിൽ ഞാൻ എന്റെ വിത്ത് സക്കാത്ത് അന്ന് തന്നിട്ടില്ല. ആ സക്കാത്തിന്റെ കായ് ഇന്ന പുൽസോ, ആ സക്കാത്തിന്റെ കായ് പുൽസോ എന്ന് ആ കാശ് അന്ന് വകവെച്ച് കൊടുക്കേണ്ടി വരുന്നാണ് എനിക്ക് മസ്അലയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ ആരെങ്കിലും അന്നത്തെ സക്കാത്ത് ഇനി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഏതായിരുന്നാലും മസ്അലയുള്ളത് റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് 1-2 തലാക്ക് ചൊല്ലി ആ തലാക്കിന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പെണ്ണിന്റെ
എന്താണ് സക്കാത്ത് കൊടുക്കണം. എന്റെ KMIC ശ്രോതാക്കളുടെ കൂട്ടത്തില് ഏതെങ്കിലും രക്ഷിതാക്കന്മാരുടെ ആൺമക്കള് തലാക്ക് ചൊല്ലി അവരുടെ ഭാര്യയുടെ ഇദ്ദയുടെ കാലാവധി കഴിയാതെ ഒന്നോ രണ്ടോ തലാക്കിട്ടോ, അതുപോലെ തന്നെ ഹാമിലായ ബായിന് ഗർഭിണിയായ പെണ്ണിനെ 3 തലാക്കും ചൊല്ലി നോക്കുക. ഗർഭിണിയായ ഭാര്യയെ 3 തലാക്കും ചൊല്ലി ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി ഏതാ? ആ പെണ്ണ് പ്രസവിക്കുന്നത് വരെയാണ്. ആ പ്രസവിക്കുന്നത് വരെ ചെലവിന് കൊടുക്കേണ്ടത് ആരാണ്? ഈ തലാക്ക് ചൊല്ലിയ പുരുഷനാണ്. അപ്പൊ ബായിനായ ഹാമിലായ ഗർഭിണിയായ 3 തലാക്കും ചൊല്ലിയ പെണ്ണ് പ്രസവിക്കുന്നതിന്റെ മുമ്പ് ഒരു ശവ്വാൽ മാസപ്പിറവി വന്നു, ഒരു പെരുന്നാൾ വന്നാൽ ആ പെരുന്നാൾ ദിവസത്തിലെ ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാകുന്നു? ഈ തലാക്ക് ചൊല്ലിയ പുരുഷനാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത മസല, ക്ലാസ് റൂമിലാരെങ്കിലും ബംഗാളികളാകുന്ന അനഫിയത്തായ പെണ്ണിനെ കല്യാണം കഴിച്ചിക്കണമെങ്കിൽ ഉണ്ടാവും. ഗൾഫേല ആരും വിശ്വസിക്കണ്ട, കേക്കില്ലേ? ആരും വിശ്വസിക്കേണ്ട. ഗൾഫിൽ ഇങ്ങനെ കുറെ കമ്പനി കൂടിയിട്ടേ കത്തക്കും പരിചയമല്ല വലിച്ച ബംഗാളി അനഫിയത്തായ പെണ്ണിനെ കല്യാണം കഴിച്ചിക്കണെന്ന് വെക്ക. ബീഹാരിനെ ബംഗാളിങ്ങനെ അനഫി മദ്ഹബിൽ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിക്കണമെങ്കിൽ അവ നമുക്ക് മസ്അല കടന്നു വരുന്നുണ്ട്. അവർക്ക് മസ്അല എന്താ? അനഫി മദ്ഹബിൽ മസ്അല എന്താണെന്നറിയോ? നീ ഈ മസ്അല കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ അനഫി മദ്ഹബാവുക, ഭാര്യന്റെ സക്കാത്ത് ലാഭം കിട്ടാന്ന് ആരും വിചാരിച്ചണ്ട. ഇതിനു വേണ്ടിയിട്ട് ആരും മദ്ഹബ് മാറണ്ട. അനഫി മദ്ഹബിൽ ഭാര്യന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ ആർക്ക് നിർബന്ധമില്ല? ഭർത്താവിന് നിർബന്ധമില്ല. ഷാഫി മദ്ഹബിലാണ് ഇത് നിർബന്ധം. ഭാര്യന്റെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഭാര്യന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ ആർക്ക് നിർബന്ധം? ഭർത്താവിന് നിർബന്ധം എന്നുള്ളത് ഷാഫി മദ്ഹബാണ്. നേരെ മറിച്ച് അനഫി മദ്ഹബിൽ ഭാര്യന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ എന്തില്ല? നിർബന്ധമില്ല. നാളെ രാത്രി പെരുന്നാമാസം കണ്ടിട്ട് വഹാബൊക്കെ പെണ്ണുങ്ങളോട് പറയാ, അന്റെ ബിത്തുൽ സക്കാത്ത് വാങ്ങി ഇജ്ജ് കൊടുത്തോ? എന്താപ്പം നിങ്ങൾ കഴിഞ്ഞല്ല ഇല്ലാത്തൊരു വർത്താനൊക്കെ ഞങ്ങൾ ഉറക്കം പോകാൻ വേണ്ടിട്ടാ. കഴിഞ്ഞ കൊല്ലം നിങ്ങളല്ലേ ബിത്തുൽ സക്കാത്ത് കൊടുത്തത്, നിങ്ങൾ എന്താ കൊല്ലം ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ അനഫി മദ്ഹബ് അജ്ജിന്നലെ അബൂറയ്യ ഹുസൈന്റെ ക്ലാസ് കേട്ടില്ല. എന്റെ 3 കിലോ അരിയുടെ കാശ് ലാഭം കിട്ടുന്നത് മസ്അല. ഞാൻ അനഫി മദ്ഹബുകാരൻ. അനഫി മദ്ഹബ് പ്രകാരം ഭാര്യന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാതെ വെറുതെ റൂമിൽ തല്ലും വെക്കാനുണ്ടാക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഞാനൊരു മസ്അല പറഞ്ഞു മാത്രം. അപ്പൊ ഏതായിരുന്നാലും അനഫി മദ്ഹബ് പ്രകാരം ഭാര്യന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കൽ ആർക്ക് നിർബന്ധമില്ല? ഭർത്താവിന് നിർബന്ധമില്ല. അപ്പൊ നോക്കുക, ഭാര്യ നല്ല ശ്രദ്ധിക്കണം. ഭാര്യ അനഫി മദ്ഹബ് സ്വീകരിച്ച ഒരു ബീഹാരിയാണ്. ഏതായാലും ഇപ്പൊ ഇന്നത്തെ കാലത്തുണ്ടെന്ന് ഈ മസ്അലക്കും ചിലപ്പോ കൊല്ലല്ലെങ്കിൽ അടുത്തെല്ലാം KMIC-ക്കാർ ഇതൊക്കെ ഉപകാരമായി. അന്ന് അബൂറയ്യ ഉസ്താദ് കഴിഞ്ഞ കൊല്ലം ബിത്തുൽ സക്കാത്തിന്റെ മസ്അല വന്നപ്പോൾ മസ്അല ഇങ്ങനെ പറഞ്ഞിന്, ഞാൻ കൊല്ലം ഒരു ബീഹാരിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ മസ്അല ഉപകാരത്തിൽപ്പെട്ടു പറയാവുന്ന ഒരു ചാൻസ് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിലോ. അപ്പൊ അനഫി മദ്ഹബുകാരത്തിയായ ഒരു ബീഹാരിയെ ഒരു ബംഗാളിയെ ആര് കല്യാണം കഴിച്ചു? ഷാഫി മദ്ഹബുകാരനായ ഒരു വ്യക്തി കല്യാണം കഴിച്ചു. ഇവിടെ ഷാഫി രണ്ടാളെ പേര് സക്കാത്ത് നിർബന്ധമാകുന്നുണ്ട്. അല്ല ശ്രദ്ധിക്കണം. കാരണം അനഫി മദ്ഹബ് പ്രകാരം ഈ പെണ്ണാണ് ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം പെണ്ണിന്റെ പോലെ അനഫി മദ്ഹബുകാരത്തിയാണ്. അനഫി മദ്ഹബിൽ അവലെന്നേന്ന് പോലെ ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവല്ല. ഷാഫി മദ്ഹബ് പ്രകാരം ഈ പെണ്ണിന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവുമാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ബിത്തുൽ സക്കാത്ത് രണ്ടാളെ മേലും നിർബന്ധമായി കിടക്കുന്നുണ്ട്. ഷാഫി മദ്ഹബുകാരനാണ് പുതിയാപ്പല എന്ന നിലക്ക് ഈ പെണ്ണിന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഷാഫി മദ്ഹബുകാരനായ പുതിയാപ്പലയാണ്. അനഫി മദ്ഹബുകാരത്തിയാണ് സ്ത്രീ എന്ന നിലക്ക് ഈ സ്ത്രീയുടെ ബിത്തുൽ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ സ്ത്രീയാണ്. അപ്പൊ രണ്ടാളെ മേലിപ്പോ നിർബന്ധമാണ്. ഭർത്താവ് കഴിവുള്ള സാമ്പത്തിക ബിത്തുൽ സക്കാത്ത് കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ഷാഫി മദ്ഹബുകാരനായ ഭർത്താവാണെങ്കിൽ രണ്ടാളെ പേരിൽ ഇപ്പൊ സക്കാത്ത് നിർബന്ധമായി കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? പെണ്ണിന്റെ വിശ്വാസപ്രകാരം അവരുടെ മദ്ഹബ് പ്രകാരം ഓല ബിത്തുൽ സക്കാത്ത് കൊടുത്തു. ഇനി ഭർത്താവ് കൊടുക്കണ്ട. ഭർത്താവിന്റെ വിശ്വാസപ്രകാരം ഓന്റെ മദ്ഹബ് പ്രകാരം ഷാഫി മദ്ഹബ് പ്രകാരം
ഭർത്താവാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഭർത്താവ് സക്കാത്ത് കൊടുത്തു, അപ്പൊ പിന്നെ നീ ഭാര്യ കൊടുക്കണ്ട എന്നാണ് മസ്അല. നേരെ മറിച്ച് ഭർത്താവ് ഹനഫി മദ്ഹബുകാരനാണ്. ശ്രദ്ധിക്കണം, ഭർത്താവ് ഹനഫി മദ്ഹബുകാരനാണ്, ഭാര്യ ശാഫി മദ്ഹബുകാരത്തിയാണ്. എന്നാൽ ഭർത്താവിന് വേണമെങ്കിൽ പറയാം, ഇന്റെ മദ്ഹബ് പ്രകാരം 5 സക്കാത്ത് കൊടുക്കൽ എനിക്കെന്തില്ല, നിർബന്ധമില്ല. അല്ല ശ്രദ്ധിച്ചോളി, ഇതിപ്പോ ആവശ്യമാവുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇങ്ങനെയും തിരിച്ചാവാം, നമ്മള് ബീഹാരികളെ മാത്രം കല്യാണം കഴിക്കണ്ട. ഒരു ബീഹാരി വന്നിട്ട് കേരളത്തിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിക്കണമെങ്കിലോ അവിടെ പ്രശ്നമായി. നിങ്ങളെ റൂമില് ഒരു ബീഹാരി, ഒരു ബംഗാളി കേരളത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ, ഒരു മലയാളിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓല റൂമിൽ ഭയങ്കര വക്കാനം. എന്താ വക്കാനം? പെരുന്നാളിന്റെ തലേ ദിവസം വക്കാനം നടക്കുകയാണ്. അവരെ KMIC-ക്കാർ ഇടപെടണം. അവരെ KMIC-ക്കാർ ഇടപെടണം. എന്താ റൂമിൽ വക്കാനം? ബീഹാരിയായ ഹനഫി മദ്ഹബുകാരൻ പറഞ്ഞു, ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്, അതുകൊണ്ട് 5 ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എനിക്കെന്തില്ല, നിർബന്ധമില്ല. അപ്പൊ ഷാഫി മദ്ഹബുകാരത്തിയായ ഭാര്യ പറഞ്ഞു, ഇന്റെ മദ്ഹബിൽ എങ്ങനെയാണ് ഭർത്താവാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതൊന്നും ഞാൻ എന്ത് ചെയ്യാ? എന്നാ അവിടെ മസ്അല എന്താ? ഈ പെണ്ണിന്, നല്ല ശ്രദ്ധിക്ക, ഹനഫി മദ്ഹബുകാരനാണ് പുതിയാപ്പലയെങ്കിൽ ഈ പെണ്ണിന് ആ ഭർത്താവിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് ഇവൾക്ക് സ്വത്തുണ്ട് എന്ന് വെക്കുക, ഇവൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അവളുടെ ഫിത്ർ സക്കാത്ത് ഷാഫിഈ മദ്ഹബുകാരത്തിയായ ഭാര്യ, ഹനഫി മദ്ഹബുകാരനായ ഭർത്താവ് എങ്കിൽ ഇവളുടെ ഫിത്ർ സക്കാത്ത് ഇവൾക്ക് കൊടുക്കൽ എന്താണ്? സുന്നത്താണ്, നിർബന്ധമില്ല. കാരണം എന്താണ്? ഷാഫി മദ്ഹബ് പ്രകാരം ഭർത്താവാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഭർത്താവ് ഹനഫി മദ്ഹബുകാരനായതുകൊണ്ട് ഓൻ സക്കാത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം ഓലമേൽ അത് നിർബന്ധമില്ല, ഓലമേൽ ഓൾക്ക് അത് നിർബന്ധമില്ല. പക്ഷേ ഓൾക്ക് സാധിക്കും, സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ എന്തുവാണോ ഇതൊക്കെ പിണങ്ങണം, അപ്പോൾ സ്നേഹം വർദ്ധിക്കും. അത് ശരിയാ. അത് അബുസുനൂന്റെ നല്ലൊരു കാഴ്ചപ്പാടാ. കാരണം ലൈവ് വരുമ്പോ ഇടക്കിടക്ക് കത്ത് വന്നാൽ ഉറക്കം പോകുന്ന മാതിരി ഇടക്കിടക്കിനെ ഭാര്യമാരോട് പിണങ്ങിയ സ്നേഹം കൂടുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് വിളിച്ചാൽ നമുക്കൊന്ന് അന്വേഷിച്ചു വെക്കാം, ഇങ്ങനെ സ്നേഹം കൂടുന്നുണ്ടോ, ഇടക്കിടക്ക് പിണങ്ങുന്നുണ്ടോ വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം. ഇടക്കിടക്ക് ഞാൻ ആ വഴിക്കൊക്കെ പോകുന്നല്ലോ. അല്ലാഹു തആല എന്നും സ്നേഹം നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ അതൊക്കെ ഒരു മസ്അലയുണ്ടോ, അതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവൂല്ലേ? വഹാബൊക്കെ വരുമ്പോൾ ചിലപ്പം ബീഹാരി മലയാളിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പം മലയാളി ബീഹാരിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ബീഹാരി ബംഗാളിന്ന് പറയാൻ കാരണം എന്തായാലും സാധാരണ ബീഹാരികളും ഈ ബംഗാളികളൊക്കെയും കൂടുതലും ഹനഫി മദ്ഹബുകാരായിരിക്കും. അപ്പൊ ആ നിലയ്ക്ക് ഇതൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ KMIC-യിലെ ക്ലാസ്, KMIC-യിൽ ക്ലാസ് ആവുമ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നവരുണ്ടല്ലോ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ മാതിരി സാധാരണ നോമ്പിന്റെ മസ്അല പറയുമ്പോ ജിമായിന്റെ മസ്അലൊന്നും ഞാൻ പറഞ്ഞില്ല, ഇൻസാലാകുന്ന മസ്അലൊന്നും ഞാൻ പറഞ്ഞില്ല, സ്വപ്നസ്കലത്തിന്റെ മസ്അലൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ ക്ലാസ്സിൽ. അതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയത് KMIC-യിൽ വന്നതിന് ശേഷം. കാരണം എന്താ, ഒരുപാട് ഗൾഫേര് വിളിക്കന്നെ സാറേ ഭാര്യന്റെ ഒപ്പം സുബൈക്കിന് ശേഷം ഉറങ്ങിയേന്, അങ്ങത്തായി ഇങ്ങത്തായി മരിച്ചോത്തക്കായി എന്താ വേണ്ട. അപ്പം KMIC എന്ന് പറയുമ്പോ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുമ്പോ പല ആളുകളും പല മദ്ഹബും ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മുടെ റൂമില് ഒരു മലയാളി ബീഹാരിയെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബീഹാരി മലയാളിയെ കല്യാണം കഴിച്ചു. അപ്പൊ അവർ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പൊ അതൊരു മസ്അല നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ റൂമിലോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതിൽ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുമല്ലോ എന്ന നിലക്ക് ഞാൻ ഉണർത്തിയതാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പറഞ്ഞല്ല. ഇപ്പൊ നോക്കാൻ ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ കോയമ്പത്തൂരിനൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. കോയമ്പത്തൂർക്ക് അങ്ങോട്ട് കല്യാണം കഴിക്കുന്നുണ്ട്, കോയമ്പത്തൂരിന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപകമായി നടക്കുകയാണ്. അവരെ ചിലപ്പം ഇപ്പൊ കോയമ്പത്തൂരിന് കല്യാണം കഴിച്ച ഒരു സ്ത്രീ ചിലപ്പം ഹനഫി മദ്ഹബ് സ്വീകരിച്ച പെണ്ണായിരിക്കാം. അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം, കേരളത്തിൽ നിന്ന് എത്രയോ പാവപ്പെട്ട സഹോദരിമാരെ കോയമ്പത്തൂരിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ബീഹാറിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിലേക്ക്. അപ്പൊ അവരുടെ മദ്ഹബ് എന്താ? അവരുടെ അപ്പൊ ഞാൻ ഈ മസ്അലയ്ക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോ ഈ മസ്അലയ്ക്ക് ആവശ്യമായി വരുമോ എന്ന് ആലോചിച്ചപ്പോഴാണ്
പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കല്യാണങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു സഹോദരിയെ കോയമ്പത്തൂരിലേക്ക് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച സഹോദരൻ അനഫി മദ്ഹബുകാരനാണ്. ആ അനഫി മദ്ഹബുകാരൻ നമ്മുടെ സഹോദരിയോട് പറഞ്ഞു, അന്റെ വിതർ സക്കാത്ത് ഞാൻ കൊടുക്കൂല. ആ മൈസൂർ കല്യാണൊക്കെ വ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ. മൈസൂരൊക്കെ ആവുമ്പോ മിക്കപ്പോഴും ചിലപ്പം ജാഫി മദ്ഹബുകാരായിക്കോന്നില്ല. അപ്പൊ ഫോൺ വരിക വാപ്പാക്ക്, ഉമ്മ അല്ലെങ്കിൽ ഇപ്പ നിന്റെ ഭർത്താവ് അനഫി മദ്ഹബുകാരനാത്ര എന്റെ സക്കാത്ത് കൊടുക്കൂലാനാ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ കാട്ടുക? പടകുത്തി കൊടുക്കണ്ട, പടകുത്തിക്ക് കഴിവില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് കൊടുക്കൽ നിർബന്ധമില്ല. എന്റെ ഭർത്താവ് അനഫി മദ്ഹബുകാരനായതുകൊണ്ട് എന്റെ സക്കാത്ത് കൊടുക്കലോ എനിക്ക് നിർബന്ധമില്ല. അനക്കും നിർബന്ധമില്ല. ജാഫി മദ്ഹബുകാരത്തിയാണ്, അതുകൊണ്ട് അനക്ക് ഭർത്താവുണ്ട് എന്ന നിലക്ക് അനക്കും നിർബന്ധമില്ല. കഴിവുണ്ടെങ്കിൽ എന്റെ വക ഒരു 3 കിലോ അരി വാങ്ങി. 3 കിലോ അരി അല്ലട്ടോ, 3 കിലോ അരിയല്ല, ഞാനൊരു കമ്മി വരണ്ടാച്ചിട്ട് 3 പറയാണ്. അബൂദയ്യ 3 കിലോനാണ് വിത്തർ സക്കാത്തിന്റെ അളവ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണ്ടേ. കാരണം മസാലക്കാരൻ ഞാൻ എനിക്ക് ചീത്ത ഒരുപാട് മസാല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ സാധാരണ കമ്മി വരണ്ടാച്ചിട്ട് ഒരു 3 കിലോ എന്ന് പറഞ്ഞതാ. ഒരു 3 കിലോ അരി വാങ്ങി പാത കുത്തിയാ നെയ്യത്തും വെച്ചു കൊടുത്താലാ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. മൈസൂർ കല്യാണം കോയമ്പത്തൂർ കല്യാണക്ക് വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇനി അങ്ങനെ. അതാണ് ഒരു മദ്ഹബ് മാറി കല്യാണം കഴിക്കുമ്പോ അതിന്റെ നിയമവശം. ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളൊരു വിഷയ, വ്യഭിചാരത്തിൽ ജനിച്ച എത്ര മക്കളുണ്ട്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ ഓലെ വിത്ത് സക്കാത്ത് ആരാ കൊടുക്കുക? അല്ലേ, തൊക്കെ നമ്മുടെ കുടുംബത്തില് നമ്മുടെ നാടുകളിൽ ആവശ്യമുള്ള വിഷയ. വ്യഭിചാരത്തിൽ ജനിച്ച എത്ര മക്കളുണ്ട് ഇപ്പോഴൊക്കെ നമ്മളെ പരിചയത്തില്. അപ്പൊ ഈ വ്യഭിചാരത്തിൽ നമ്മളിപ്പോ സാധാരണക്കാർക്ക് എന്റെ മസല അറിയല്ലോ. കുട്ടികളെ സക്കാത്ത് വാപ്പാരാ കൊടുക്കുന്നത്. ഈ ഒരു മസല എല്ലാവർക്കും അറിയാം അല്ലെ. കുട്ടികളെ സക്കാത്ത് വാപ്പാരാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരാളെ കുടുംബത്തിൽ ഉണ്ടായേക്കാം ഒരു വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി ഉണ്ട് എന്ന് വെക്കുക. ഈ കുട്ടിക്ക് വാപ്പല്ലല്ലോ. അവരൊരു ചെറിയ മസല ഞാൻ പറയാത്തോ. അവിടെ ഞാന് മുമ്പൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ അത് ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വിഷയം കുറെ ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പ്രത്യേകം പറയാം. ചില സ്ഥലങ്ങളില് ഈ സ്ത്രീയെ ആര് മാത്രമേ ബന്ധപ്പെട്ടിട്ടുണ്ടാവുള്ളൂ, ഈ ഒരു പുരുഷൻ മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ നിലക്കാണ് ഈ പെണ്ണിന് ഗർഭം ധരിച്ചത്. അതെല്ലാവർക്കും അറിയാം. അവിടെ ചില മധ്യസ്ഥ നടക്കും ചില നാട്ടില്. കാരണം ഇവർ തമ്മിൽ ബന്ധപ്പെട്ടു, അത് നാട്ടുകാർ അറിഞ്ഞു, ഈ പെണ്ണിന് ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭം ധരിച്ചാ പിന്നെ അതൊരു 2 കുടുംബങ്ങളും കൂടിയിട്ട് ഒരു മധ്യസ്ഥം വഹിക്കും. വിവരമില്ലാത്ത ചില കാരണവന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പെണ്ണിനെ ഓൻ തന്നെ കല്യാണം കഴിക്കണേ, ഓന്റെ കുട്ടിയല്ലേ ബല പള്ളയില് ഓലെന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ കുറെ ആളുകൾ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ പെണ്ണിനെ മറ്റൊരു പുരുഷനും ബന്ധപ്പെട്ടിട്ടില്ല, ഈ ഒരു പുരുഷൻ മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ ഹറാമായ നിലക്ക് എങ്കിൽ ആ സ്ത്രീയുടെ ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടിയുടെ പിതാവ് ഈ പുരുഷനാണെന്ന് വിവരമില്ലാത്ത ചില കാരണവന്മാർ നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു മസല മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന സദസ്സിൽ പങ്കെടുക്കുമ്പോ ചില കാരണവന്മാർ പറയും, ഓനെ കെട്ടട്ടെ, ഓന്റെ കുട്ടിയല്ലേ, നീ എന്താ ആലോചിക്കാലത്, ഓന്റെ കുട്ടിയല്ല. സംഗതി ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ ഇന്ദ്രിയത്തുല്യയുടെ ഉടമസ്ഥൻ ആരാണ്? ഈ പുരുഷൻ, ഇഞ്ഞാലിന്റെ പുരുഷനാണ്. പക്ഷെ അതിന് പിതാവെന്ന് പറയില്ല. കാരണം വ്യഭിചാരം അനിസ്ലാമികമായ രൂപത്തിൽ ബന്ധപ്പെട്ടതാ. അവരൊരു ചെറിയ മസല ഞാനൊന്ന് ഉണർത്തുക. ചിലപ്പം ഈ പറഞ്ഞതിനേക്കാളൊക്കെയും ഉപകരിക്കുക ഇനി ഞാൻ ഉണർത്താൻ പോകുന്ന കാര്യക്കാലം. ഞാനിപ്പോ വിത്തർ സക്കാത്ത് സംബന്ധമായി പിണങ്ങിയ ഭാര്യ, അനഫിയത്തായ ഭാര്യ, ഷാഫി മദ്ഹബുകാരനായ പുതിയാപ്പല, ഇങ്ങനൊക്കെ ഒരുപാട് വിഷയം പറഞ്ഞു. ഇതൊന്നും ചിലപ്പോ നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ കയറി പറയുന്ന ഒരു മസല ചിലപ്പം ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ പറഞ്ഞു, ഉസ്താദെ അത് വലിയ ഉപകാരമായി. അതെന്താണെന്നറിയോ? ഇന്ന് ബീജം നിക്ഷേപിച്ച് ഗർഭധാരണ അധികരിച്ചൊരു കാലഘട്ടമാണ് അല്ലേ? ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിപ്പിക്കുന്ന
വളരെ ആധുനിക ടെക്നോളജി പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് ലോകം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകൾക്ക് പല പ്രശ്നങ്ങളും കാരണം ഗർഭം ധരിക്കാത്തതിന്റെ പേരിൽ പിന്നീട് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് അതിനുള്ള പ്രത്യേകമായ ഹോസ്പിറ്റലുകൾ തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ആ വിഷയത്തിൽ ഗാന്ധിനെ പ്രശസ്തി നേടിയ ഹോസ്പിറ്റൽ തന്നെ കേരളത്തിൽ ഡോക്ടർമാരും ഹോസ്പിറ്റലുകളുമുണ്ട്. എന്നിട്ട് ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിപ്പിക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ചെറുപ്പക്കാരോടും ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നവരോടും, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാള് അങ്ങനത്തെ ഒരു ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിപ്പിക്കുന്ന ചികിത്സാ രീതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ആ ബീജം പുറത്തേക്ക് വരുന്ന സമയത്തും ആ ബീജം ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നേരത്തും ഇസ്ലാമികമായ രൂപത്തിലാവണം. അനിസ്ലാമികമായ ഹറാമായ രൂപത്തിലാണ് ബീജം പുറത്തേക്ക് വന്ന് ആ ഹറാമായ രൂപത്തിൽ പുറത്തേക്ക് വന്ന ബീജമാണ് ഭാര്യന്റെ ഗർഭാശയത്തിൽ പ്രവേശിപ്പിച്ചതെങ്കിൽ ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ കുഞ്ഞല്ല. ഇന്ന് കേരളത്തില് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരുപാട് ചെറുപ്പക്കാര് ബീജനിക്ഷേപത്തിലൂടെ ഭാര്യക്ക് ഗർഭം ധരിപ്പിച്ച് തന്റെ കുഞ്ഞാനെന്നും പറഞ്ഞു പെരുന്നാളിന് തുണിങ്കുപ്പായം വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. തന്റെ കുഞ്ഞാനെന്ന് പറഞ്ഞു മുഖത്ത് ചുംബനം നൽകുന്നവരുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് ചെറുപ്പക്കാർ ഈ മുത്തം നൽകുന്ന, ഈ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന കുഞ്ഞ് ആ മക്കള് എന്റേതല്ല എന്നറിയാതെ പോയവരുണ്ട്. ഞാൻ ആ കാര്യം സാന്ദർഭികമായി ഈ ഒരു മക്കളെയുമായി ബന്ധപ്പെട്ട് ഒരു വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞിന്റെ വിത്ർ സക്കാത്ത് ആര് കൊടുക്കണം എന്ന് പറയുന്നിടത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിക്കുമ്പോ ആ മനീയ് ഇന്ദ്രിയം പുറത്തേക്ക് പുരുഷനിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോൾ അനുവദനീയമായ രൂപത്തിലാവണം. ചിലപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ മസാലകള് ആർക്കും ചിലപ്പം ഉപകരിക്കാത്തവരുണ്ടാകും. ഈ ഒരു മസാല ചിലപ്പം കേൾക്കുമ്പോ ഏതെങ്കിലും KMIC റേഡിയോ ശ്രോതാവ് ചിന്തിക്കുന്നുണ്ടാകും, അബ്ബേ ഞാൻ ആ ഒരു കാര്യം ഇന്ന് ഹോസ്പിറ്റലുകളിൽ അനുഭവം പലവരും പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. സ്വന്തം കൈകൊണ്ട് മനീയ് പുറത്തേക്കെടുത്ത് ലാബിൽ കൊടുത്ത് അത് സിറിഞ്ചിൽ കയറ്റി ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോസ്പിറ്റലുകളിലുണ്ട്. ഇത് എന്റെ കുഞ്ഞല്ല. കാരണം ഈ മനീയ് ഈ പുരുഷനിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോൾ ഹറാമായ രൂപത്തിലാണ് പുറത്തേക്ക് പോന്നിട്ടുള്ളത്. ഭാര്യയുടെ ഗർഭാശയത്തിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞു ഒക്കത്ത് വെക്കുന്നവരെ തന്റേതല്ല എന്ന വിവരം മറന്നു പോവണ്ട. ഇത് പലപ്പോഴും പല ചെറുപ്പക്കാർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു മസല സന്ദർഭം കിട്ടിയപ്പോ ഞാൻ ഇടയിലൊന്ന് കയറി പറഞ്ഞതാണ്. വിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, പല കുടുംബത്തിലും വ്യഭിചാരത്തിൽ ജനിച്ച മക്കളുണ്ടാകും. വ്യഭിചാരത്തിൽ ജനിച്ച മക്കള് ആ ഉമ്മാക്ക് കഴിവുണ്ട്. ആ ഉമ്മയാണ് ആ കുട്ടിയുടെ വിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആരല്ല പിന്നെ ആരും കൊടുക്കാത്ത അവസ്ഥയും വരരുത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ കുട്ടിക്ക് വാപ്പല്ല, പിന്നെ ആരാ വിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് ചിന്തിക്കരുത്. ഫിഖ്ഹിന്റെ കിതാബുകൾ വളരെ വ്യക്തമായി പറയുന്നു, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാകുന്നു? ഉമ്മയാകുന്നു. ആ കാര്യം പ്രത്യേകമായി അറിയിക്കുന്നു. ഇനി ആവശ്യമുള്ള മസല വന്നിട്ടോ, മകളെ കെട്ടിച്ചു, മരുവനെ പറ്റിയൊരു പുറത്തില്ല. നിങ്ങൾ വിചാരിച്ച മാറിക്കല്ല. ഫിഖ്ഹിന്റെ കിതാബ് നോക്കുമ്പോഴേ ഫിഖ്ഹിന്റെ കിതാബ് നോക്കുമ്പോ എങ്ങനെ ഇപ്പൊ ഈ മസലക്ക് നാട്ടിലേക്ക് പറഞ്ഞു വെക്കാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഓരോ ഉദാഹരണം. അതായത് ഭർത്താവ് ഗായിബായി, ഈ പെണ്ണിന്റെ ഭർത്താവിനെ പറ്റി പുറത്തില്ല. ചൊവ്വാൽ മാസപ്പിറവി വരും ചെയ്തു.
പെണ്ണിന്റെ വിത്തുൽ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത് ഇല്ലേ? സന്തോഷാലിക്ക അങ്ങനെയൊക്കെ ഒരു ഇഷ്കാല് വരൂലേ? ഇതൊക്കെ നമ്മളെ കുടുംബത്തിലെ ആവശ്യം തന്നെ. മരുവനെ പറ്റിയിട്ട് മകളെ കെട്ടിച്ചിട്ട് അത് കൂട്ടിക്കൊണ്ടുപോയി മരുവൻ തെറ്റിപ്പോയി, മരുവനെ പറ്റി യാതൊരു പുറത്തില്ല, ഇന്റെ മോളെ വിത്തുൽ സക്കാത്ത് ഇപ്പൊ ആരാ കൊടുക്കേണ്ടത് എന്നുള്ള സംശയങ്ങളുള്ള എത്രയോ കുടുംബമിത്രാദികൾ. പെങ്ങളെ കെട്ടിച്ച് അലിയനെ പറ്റി പുറത്തല്ല, മകളെ കെട്ടിച്ച് മരുവനെ പറ്റി പുറത്തല്ല, ജ്യേഷ്ഠത്തിനെ കെട്ടിച്ചിട്ട് മൂത്തച്ഛയെ കുറിച്ച് പുറത്തല്ല എന്ന് പറയുന്ന എത്രയോ ആളുകൾ. ഫിഖിന്റെ കിതാബ് വളരെ വ്യക്തമായി മസ്അല പറയുന്നു. വലൗ ഗാബ സൗജു, ഭർത്താവ് അപ്രത്യക്ഷമായാൽ, ഭർത്താവ് മറഞ്ഞു, ഭർത്താവിനെ പറ്റി പുറത്തല്ല എങ്കിൽ ഫലിൽ സൗജത്തി, ഭാര്യക്ക് അനുവദനീയമാണ് ഇഖ്തിറാലു നഫഖത്തിഹാ, അവരുടെ ചെലവിനാവശ്യമായ വസ്തു കടം വാങ്ങൽ ഭാര്യക്ക് ജായിസാണ്. ലില്ലറൂറത്തി, ബുദ്ധിമുട്ടിന് വേണ്ടി. ഭർത്താവിനെ പറ്റി യാതൊരു പുറത്തില്ല, ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ആ പേരും പറഞ്ഞ് തൽക്കാലം ഇവർക്ക് കടം വാങ്ങി ചെലവ് നടത്താം. ഭർത്താവിനെ പറ്റി പൊരുത്തം വരുന്ന കാലത്ത് ഈ വിവരം കാളിയോട് പറയണം. എന്റെ ഭർത്താവിനെ പറ്റി പൊരുത്തല്ലാത്ത കാരണം ചെലവിന് വേണ്ടി ഞാൻ ഇത്ര രൂപ വാങ്ങിയിട്ടുണ്ട്, അത് ഭർത്താവ് പിന്നീട് വകവെച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ എല്ലാ ഫിത്രത്തിഹാ, അവൽ വിത്തുൽ സക്കാത്തിനല്ല. അപ്പൊ ഭർത്താവിനെ പറ്റി പൊരുത്തല്ലാത്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ വിത്തുൽ സക്കാത്ത് ആ പെണ്ണ് കൊടുക്കണ്ട, ആ പെണ്ണിന്റെ വാപ്പിമ്മി സക്കാത്ത് കൊടുക്കണ്ട. എല്ലാവരും മനസ്സിലാക്കിക്കോളി. പെങ്ങള് അലിയനെ പറ്റി പൊരുത്തല്ല, പെങ്ങളുടെ വിത്തുൽ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത് KMIC-ക്കാര് ചോദിക്കണ്ട. മകളെ കല്യാണം കഴിച്ചിന് ഉസ്താദെ, ഭർത്താവിനെ മരുവനെ പറ്റി യാതൊരു പൊരുത്തില്ല, ഇന്റെ മകളുടെ വിത്തുൽ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത് ചിന്തിക്കേണ്ട. ആ പെണ്ണിന്റെ വിത്തുൽ സക്കാത്ത് വാപ്പി കൊടുക്കേണ്ട, ആരും കൊടുക്കണ്ട, അത് ഭർത്താവാണ് കൊടുക്കേണ്ടത്. ഭർത്താവിനെ പറ്റി പൊരുത്തല്ല, എന്നാ ഭർത്താവിനെ പറ്റി പൊരുത്തല്ലാത്തതിന്റെ പേരിൽ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഭാര്യക്ക് കടം വാങ്ങാൻ പറ്റുമോ? കടം വാങ്ങൽ ജായിസല്ല. കാരണം കടം വാങ്ങൽ ജായിസല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അപ്പൊ അതും നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെയും കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളെ വഴിയാധാരമായി പോക്കിയ, പെങ്ങളെ കല്യാണം കഴിച്ചു അലിയനെ പറ്റി പൊരുത്തല്ല, അല്ലെങ്കിൽ മകളെ കല്യാണം കഴിച്ചു മരുവനെ പറ്റി പൊരുത്തല്ല, ഓനെ പറ്റി ഒരു അഡ്രസ്സില്ല, ഇങ്ങനത്തെ പെൺകുട്ടികളുടെ, ഇങ്ങനത്തെ സ്ത്രീകളുടെ വിത്തുൽ സക്കാത്ത് ആ ഭർത്താവാണ് കൊടുക്കേണ്ടത്. ഭർത്താവിനെ പറ്റി പൊരുത്തല്ലാത്തതുകൊണ്ട് സക്കാത്ത് ആരും കൊടുക്കണ്ട. ഈ പെണ്ണിന് സ്വന്തക്ക് കഴിവുണ്ടെങ്കിൽ ആ പെണ്ണിന് വേണമെങ്കിൽ കൊടുക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങാൻ പറ്റൂല. അവരൊരു മസ്അല കൂടി ഞാൻ ഉണർത്തുന്നു. ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പെണ്ണ് പൈസ കടം വാങ്ങിയിട്ട് വിത്തുൽ സക്കാത്ത് കൊടുത്തു. പിന്നീട് ഭർത്താവ് തിരിച്ചു വന്ന് അപ്പോൾ ഖാളിയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് കഴിഞ്ഞ ചൊവ്വാൽ മാസപ്പിറവിയുടെ നേരത്തില് ആലെപ്പറ്റി പൊരുത്തല്ലാത്ത കാരണം വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അതിക്ക് വകവെച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന് അത് കൊടുക്കലമില്ല, നിർബന്ധമില്ല. കാരണം ഭർത്താവ് ഗായിബാവുന്ന, അപ്രത്യക്ഷമാവുന്ന നേരത്ത് അവരെന്തില്ല, വിത്തുൽ സക്കാത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങാൻ പറ്റൂല. ഇനി ഇങ്ങനെയാവും. ഇനി ഇവരൊരു മസല, ഉമ്മയും മക്കളും വാപ്പാനെ പറ്റിയൊരു പുറത്തുമില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? ഇതൊക്കെ ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുതലല്ല, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമല്ലേ? ഉമ്മയും മക്കളും കഷ്ടപ്പെട്ട് ജീവിക്കുക അല്ല കരീം ഉസ്താദെ? വാപ്പാനെ പറ്റി യാതൊരു പുറത്തില്ല. അപ്പൊ നമ്മക്കൊരു ഇഷ്ടാല് പെങ്ങൾ ഇങ്ങനെ തന്നെ ഒരു കൂട്ടിക്കോലിന്ന് എന്താപ്പോ തടസ്സം? പെങ്ങളും കുട്ടികളും ഉണ്ട്, അലിയനെ പറ്റിയൊരു പുറത്തില്ല. ഈ പെങ്ങളും കുട്ടികളും വിത്തുൽ സക്കാത്ത് പാല കൊടുക്കണ്ട്. നിങ്ങൾ നോക്കി, നമ്മളിപ്പോ ഇഷ്കാലാക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ പറയും അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ കണ്ട മസ്അലേന് എനിക്ക് ആവശ്യമുള്ള മസ്അല പദ. കാരണം എന്റെ അലിയനെ പറ്റി യാതൊരു പൊരുത്തില്ല, പെങ്ങളും കുട്ടികളും വിത്തുൽ സക്കാത്ത് പാല് കൊടുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ KMIC-യിൽ ഇരുന്നപ്പോ അതിന്റെ മറുപടിക്ക് കിട്ടി. അതല്ല ഞാൻ പറഞ്ഞത്, KMIC-യിൽ സ്ഥിരം ഇങ്ങനെ ഇരിക്കണം, അപ്പൊ നമ്മളെ എല്ലാ ഇഷ്കാലും തീരും. അതൊക്കെ ഇങ്ങനെ എത്തിയോക്കി പോയിട്ട് ഇക്കിപ്പോ KMIC ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. സ്ഥിരം KMIC-യിലുണ്ടോ ഓൾക്ക് എന്തെങ്കിലും ഉപകാരം ഓരോ കുടുംബപരമായുള്ള മസ്അലയിൽ കിട്ടാതിരിക്കൂല. അപ്പോഴാണ് അലിയനെ പറ്റി പോതല്ല, പെങ്ങളും കുട്ടികളും യാതൊരു വകയില്ല. അബൂ മിസ്ബാഹ് ഉസ്താദ് നല്ല ആളാ, അതിന്റെ ഏതേലും ഒരു വർത്താനം
അബുസുനു ഇപ്പൊ വരും മദീനേന് ലൈവ് വരുമോ അബുറയ്യാനും പറഞ്ഞു മൈക്ക് ഇനി ഏൽപ്പിച്ചിങ്ങാണ്ട് മുങ്ങിയതാ. അബൂസുനൂനും കാണില്ല, മദീനേന്നുള്ള ലൈവും കാണാനില്ല, ഒന്നും കാണാനില്ല. ഇന്ത്യയൊക്കെ ഏകദേശമൊക്കെ മസ്തല ഞാൻ പറയാൻ കരുതിയതൊക്കെ എന്ത് ചെയ്ത് കയ്യാലി അയക്കണേ. ഏതായാലും കുറച്ചും പാടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയട്ടെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഞാൻ എന്റെ സാധാരണക്കാരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. പെങ്ങളും കുട്ടികളുണ്ട്, അലിയനെ പറ്റി പുറത്തല്ല, അല്ലെങ്കിൽ മകളും കുട്ടികളുണ്ട്, മരുവനെ പറ്റി പുറത്തല്ല. അപ്പൊ ആരാണ് വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത്? അവരാരും കൊടുക്കണ്ട. അവര് മസ്തല എന്താ? വാപ്പാനെ പറ്റി പുതുത്തല്ല എങ്കിൽ മക്കളുടെ ചെലവ് കൊടുക്കേണ്ടത് വാപ്പയല്ല. ചെറിയ മക്കളുടെ കഴിവില്ലാത്ത, ജോലിക്ക് പോവാൻ കഴിവില്ലാത്ത മക്കള്, ചെറിയ സ്വത്തില്ലാത്ത ചെറിയ മക്കളുടെക്കും ചെലവിന് കൊടുക്കേണ്ടത് വാപ്പേനല്ലോ. ഈ വാപ്പാനെ പറ്റി പുതുത്തില്ലെങ്കിൽ ആ സമയത്ത് ഈ മക്കൾക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ചെലവിന് വേണ്ടി കടം വാങ്ങാം. എന്ന് ഈ വാപ്പാനെ പറ്റി പൂത്തം കിട്ടുമ്പോ പറയാം, നിങ്ങളെ കാണാതായ കാലത്ത് ഞങ്ങളെ ചെലവിന് വേണ്ടി ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ വിത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ പറ്റൂല. അപ്പൊ വാപ്പാനെ പൂത്തല്ലെങ്കിൽ ഇമ്മയും മക്കളും വിത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ കടം വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? അമ്മാന്റെയും മക്കളും വിത്ത് സക്കാത്ത് കൊടുക്കുക. വാപ്പ വരുമ്പോ ആ വിഷയം പറയാ. അത് ജായിസല്ല. അത് ചെയ്താൽ വാപ്പ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്തിക്കണമെങ്കിൽ ഞാൻ അതിന്റെ കാശ് നിങ്ങൾക്ക് തരാം, അങ്ങനെ പറ്റും. പക്ഷേ ഈ വാപ്പാക്ക് തിരിച്ചു വരുന്ന കാലത്ത് ആരെ കടം വാങ്ങാൻ പറഞ്ഞു എന്ന് ചോദിക്കാൻ ചിലപ്പോൾ അവിടെ അവകാശം ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് അപ്രത്യക്ഷമാവുന്ന സമയത്ത് ഭാര്യക്ക് ചെലവിന് വേണ്ടി കടം വാങ്ങാം, വിത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ പാടുള്ളതല്ല എന്നറിയിക്കുന്നു. ഇനി അവിടെ ആവശ്യം ഉണ്ടായേക്കാം. വലിയ കുടുംബം, ഭയങ്കര സാമ്പത്തികമായ ഞെരുക്കുള്ള ആളാ, എല്ലാരും വിത്ത് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. നോക്കി, വാപ്പ 2 പെണ്ണെത്തിക്കുന്നത് അതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? 2 പെണ്ണെത്തിയിട്ട് 2 5 മക്കളുണ്ട്. പക്ഷെ വാപ്പ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തില. അപ്പൊ അങ്ങനെ തോനെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഒരു വ്യക്തിയാ. എല്ലാരും വിത്ത് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ആരുടെ വിത്ത് സക്കാത്താണ് ഉള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്? അതും ചിലപ്പം കുടുംബങ്ങൾ അധികരിച്ചവർക്ക് ആവശ്യമാകുന്ന ഒരു വിഷയം എന്ന നിലക്ക് ഞാൻ പറയുന്നു, മഹാന്മാര് പറയുന്നു, വമൻ വജദ ബഅൽ വാജിബി, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായതിൽ നിന്ന് അല്പത്തെ എത്തിച്ചു എങ്കിൽ ഖദ്ദമ നഫ്സഹു, ആദ്യം ബന്റെ ശരീരത്തിന്റെ വിത്ത് സക്കാത്ത് കൊടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, 5 ആളെ വിത്ത് സക്കാത്ത് കൊടുക്കണം ഒരാൾക്ക്. ഞാൻ തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങളെല്ലാരും ഞങ്ങളിങ്ങനെ മോശമാക്കി നമ്മൾ ഉസാറായി നിങ്ങൾക്ക് തോന്നണ്ട. ഞാനിപ്പോ ഏകദേശം ഞാനും എന്റെ ഭാര്യ 3 കുട്ടികളും 5 ആൾക്കാർ, ഞാനടക്കം 5 ആൾക്കാരെ വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടവരാണ് ഞാൻ. പക്ഷെ 5 ആളെ വിത്ത് സക്കാത്ത് മുമ്പാടെ കൊടുക്കാൻ എന്റെയൊക്കെ കഴിയില്ല എങ്കിൽ ആരുടെയൊക്കെ വിത്ത് സക്കാത്താണ് ഉള്ളത് അനുസരിച്ച് കൊടുക്കേണ്ടത്? അവരെ മഹാന്മാർ പറയുന്നു, ആദ്യം സ്വന്തം ശരീരത്തിന്റെ വിത്ത് സക്കാത്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഭാര്യന്റെ വിത്ത് സക്കാത്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ വിത്ത് സക്കാത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വാപ്പാക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളാണ് എങ്കിൽ വാപ്പാന്റെ വിത്ത് സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് ഇമ്മാക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവനാണ്, അപ്പൊ ഉമ്മാന്റെ വിത്ത് സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? വലിയ മക്കളുടെ. അപ്പോ എല്ലാരും വിത്ത് സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വന്തം ശരീരത്തിന്റെ കൊടുക്കുക. എന്നിട്ട് ഒരാളിമ്പാതെ കൊടുക്കാണ്ട് ഇവനുണ്ട്, ഭാര്യയുണ്ട്, ഒരു ചെറിയ ആൺകുട്ടിയുണ്ട്, കഴിവില്ലാത്ത വലിയൊരു ആൺകുട്ടിയുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്. എല്ലാരും ബാധ വിത്ത് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള കഴിവ് എനിക്കില്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഉദാഹരണം പറയാ, 3 ആളെ വിത്ത് സക്കാത്ത് കൊടുക്കാതെ കഴിവുണ്ട്. പക്ഷെ ആവശ്യമേ നിങ്ങൾ ഈ പറയുമ്പോൾ ഇതൊക്കെ എത്ര കുടുംബത്തിൽ ആവശ്യമായി വരുന്നുണ്ട് ചിത്ത. ചിലപ്പോ വാപ്പിണ്ടാവും, ഉമ്മുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും, വലിയ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. ഒരു 3 ആളെ വിത്ത് സക്കാത്ത് കൊടുക്കാതെ കഴിവ് നിൽക്കുന്നത്, എല്ലാരും ബാധ വിത്ത് സക്കാത്ത് കൊടുക്കാതെ കഴിവില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുവാണോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിന്, ഇവന് ഭാര്യ,
ചെറിയ കുട്ടി, വാപ്പ, ഉമ്മ, വലിയ ഒരു മോന്, ഇങ്ങനെ 6 ആളാണുള്ളത്. 6 ആളാണ് ഇവൻ ഇപ്പൊ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തികൾ 6 പേരാണ്. പക്ഷെ അതിൽ 3 ആളെ ബിത്തുൽ സക്കാത്ത് കൊടുക്കാതെ കഴിവ് പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവന്റെയും ഇവന്റെ ഭാര്യന്റെയും ചെറിയ മോന്റെയും സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ വാപ്പാന്റെ ബിത്തുൽ സക്കാത്ത് കൊടുക്കണം. എന്നിട്ടും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഉമ്മാക്കാണ് സ്ഥാനം. ലാസ്റ്റാണ് ആർക്ക് സ്ഥാനം? വലിയ മോനിക്ക് സ്ഥാനം. ഇങ്ങനെയാണ് അത് നൽകേണ്ടത്. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പ്രത്യേകിച്ച് 1-2 കാര്യം കൂടി ഉണർത്തി ഞാൻ തൽക്കാലം മൈക്ക വിടും. അത്യാവശ്യമുള്ള സംശയങ്ങൾ ഉള്ളവർക്ക് മൈക്കയിൽ വന്ന് ചോദിക്കാം. ഈ കണ്ട വിശദീകരണക്കും പറഞ്ഞിട്ടും ഇനിയും മറ്റ് സംശയങ്ങൾ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മൈക്കയിലേക്ക് വരാം. അല്ലെങ്കിൽ പബ്ലിക്കിൽ മലയാളത്തിൽ ആരൊക്കെയോ ഇംഗ്ലീഷിൽ അടിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നതല്ല. സലീം മാറ്റൂലോ, ഇംഗ്ലീഷിലുള്ള PM വായിക്കാൻ പ്രയാസാണ്. മലയാളത്തിൽ നിങ്ങൾ പബ്ലിക്കിൽ മൈക്ക് എടുക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം. എല്ലാം കിട്ടുന്ന എനിക്ക് അഭിപ്രായമൊന്നുമില്ല, കിതാബുകൾ നോക്കാൻ സൗകര്യം ഉണ്ടല്ലോ. ഏതായാലും സമയം കൂടി ഒന്ന് പറയട്ടെ. ഏറ്റവും ഈ ബിത്തുൽ സക്കാത്തിന് യഥാർത്ഥത്തിൽ 5 സമയം തീർന്നാണ്. അതൊന്ന് മനസ്സിലാക്കാൻ നല്ലതാണ് ഒരു മസല എന്ന നിലക്ക്. അതായത് ജായിസായ സമയം. ജായിസായ സമയം എന്ന് പറഞ്ഞാൽ റമളാൻ 1 മുതൽ വേണമെങ്കിൽ ബിത്തുൽ സക്കാത്ത് കൊടുക്കാം. റമളാൻ 1 മുതൽ ബിത്തുൽ സക്കാത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു നിബന്ധന എന്താണ്? സക്കാത്ത് നിർബന്ധമാവുന്നതിന് മുമ്പ്, അത് ബിത്തുൽ സക്കാത്ത് ആയാലും ശരി, ഇനി മുതലിന്റെ സക്കാത്ത് ആയാലും ശരി, ആ ബിത്തുൽ സക്കാത്ത് നിർബന്ധമാവുന്നതിന് മുമ്പ് കാലേ കൂട്ടി റമളാൻ 1-നോ അല്ലെങ്കിൽ റമളാൻ 5-നോ അല്ലെങ്കിൽ റമളാൻ 25-നോ ഒരാൾ സക്കാത്ത് കൊടുത്ത് ബിത്തുൽ സക്കാത്ത് കൊടുത്തു. പക്ഷെ അവരുടെ നിബന്ധന ആ സക്കാത്ത് കൊടുക്കൽ സക്കാത്ത് നിർബന്ധമാവുന്ന സാഹചര്യത്തിൽ ആ കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹതപ്പെട്ടവനാവണം. കൊടുത്തവൻ കൊടുക്കാൻ അർഹതപ്പെട്ടവൻ ആയില്ലാന്ന് വെക്കുക. അപ്പൊ നമുക്ക് പിന്നെ ഒരു കൊടുത്തത് സറക്കയായി പോകുന്നു കൂട്ടാം. കൊടുത്ത ആള് റമളാൻ 25-ന് ഒരാൾ ബിത്തുൽ സക്കാത്ത് കൊടുത്തു. പക്ഷെ ശവ്വാൽ മാസപ്പിറവിയുടെ നേരമായപ്പോഴേക്ക് സക്കാത്ത് കൊടുത്തവൻ മരിച്ചു എങ്കിൽ അത് സക്കാത്തായി പരിഗണിക്കൂല. അവനൊരു ചെറിയ പ്രശ്നം വരുത്തോ. സാമ്പത്തിക ശുദ്ധി കൈകാര്യം ചെയ്യുന്ന മസാല പറയുമ്പോ അവരൊരു ചെറിയ വിഷയം വരുന്നുണ്ട്. 25-ന്റെ അന്ന് ഒരാൾ എനിക്ക് ബിത്തുൽ സക്കാത്ത് തന്നു, ഓന്റെ ബിത്തുൽ സക്കാത്ത് കാലേ കൂട്ടി കൊടുക്കുക എന്ന നിലയ്ക്ക് എനിക്ക് തന്നു. പക്ഷെ എനിക്ക് ബിത്തുൽ സക്കാത്ത് തന്നവൻ ശവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ തന്നെ മരിക്കും ചെയ്തു. വാസ്തവത്തിൽ റമളാൻ 25-ന് എനിക്ക് തന്ന ഈ അരി ഏതാ? ഓന്റെ സക്കാത്ത് എന്ന നിലക്ക് തന്നതാ. ഞാൻ ചെയ്യേണ്ടതെന്താ? ആ അരി ആ സക്കാത്ത് തന്നും ശവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ മരിച്ചുപോയ കുടുംബമിത്രാദികളെ ഏൽപ്പിക്കണം. നിങ്ങളുടെ ഉപ്പാന്റെ ബിത്തുൽ സക്കാത്ത് എനിക്ക് കാലേ കൂട്ടി തന്നിരുന്നു, പക്ഷെ ഉപ്പ മരിച്ചില്ലേ, ഇനിയിപ്പോ ഉപ്പാക്ക് സക്കാത്ത് നിർബന്ധമില്ല, ഇപ്പാന്റെ സക്കാത്തിന്റെ മുതല് എന്ന നിലക്കാണല്ലോ എനിക്ക് തന്നത്, അതുകൊണ്ട് ആ അരി ഇതാ, അത് തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? ചിലപ്പോ ആവശ്യമാവും. എത്ര ആൾക്കാർ അല്ലപ്പോ സക്കാത്ത് തോമരിച്ചിട്ടല്ലേ. ഇനി ഇങ്ങനെയാവാം. ഒരാള് സക്കാത്ത് വാങ്ങി, അത് വാങ്ങിയത് ഞാനാവണ്ട. കാരണം അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തരാം, വേറെ പേര് പറയാൻ നല്ലത്. പോക്കര് മമ്മദിന് സക്കാത്ത് കൊടുത്തു, പക്ഷേ ശവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ മമ്മദ് മരിച്ചു. സക്കാത്ത് വാങ്ങിയ മമ്മദ് മരിച്ചു. ഇവിടെ പോക്കര് വിചാരിച്ചെന്ത്? ഞാൻ ബിത്തുൽ സക്കാത്ത് കൊടുത്തിക്കണല്ലോ, ഞാൻ എന്തിനാ? ഇല്ല. കാരണം ഇവൻ ബിത്തുൽ സക്കാത്ത് കൊടുത്തെങ്കിലും ആ ബിത്തുൽ സക്കാത്ത് വാങ്ങിയ വ്യക്തി ആ സക്കാത്ത് നിർബന്ധമാവുന്നതിന് മുമ്പ് മരിച്ചത് കൊണ്ട് സക്കാത്തിന്റെ അവകാശിയല്ലാതെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സക്കാത്ത് എന്ത് വേണം? വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരും. ആ മരിച്ചാലേക്കെന്നെ
അവന്റെ അവകാശത്തിലേക്ക് തന്നെ സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പൊരുത്തപ്പെട്ടൊന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. വേറെ അരി സക്കാത്ത് വേറെ കൊടുക്കേണ്ടി വരും. മരിച്ചോന്റെ സക്കാത്ത് കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കില്ല. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മുമ്പേ റമളാൻ 1 മുതൽ തന്നെ വേണമെങ്കിൽ സക്കാത്ത് കൊടുക്കാം. അത് വിരോധമൊന്നുമില്ല, ജായിസാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ നിർബന്ധമായ സമയം അത് നമ്മൾ പറഞ്ഞു, റമളാനിന്റെ അവസാന ഭാഗവും ശവ്വാലിന്റെ ആദ്യ ഭാഗവും ഒരുമിച്ച് കൂടുന്നവർ ആരൊക്കെയാണോ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർ. ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് ഒരാൾ ജനിക്കുന്നത്, എന്താ സക്കാത്ത് കൊടുക്കണ്ട. റമളാനിന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചു, ഓന്റെ വിത്ത് സക്കാത്ത് കൊടുക്കണ്ട. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജനിക്കുകയും ശവ്വാൽ മാസപ്പിറവിയുടെ ശേഷം മരിക്കുകയും ചെയ്താൽ അവരുടെ വിത്ത് സക്കാത്ത് കൊടുക്കണം. അപ്പൊ വിത്ത് സക്കാത്ത് നിർബന്ധമാവുന്നത് ശവ്വാലിന്റെ ആദ്യ ഭാഗവും റമളാനിന്റെ അവസാന ഭാഗവും ഒരുമിച്ച് കൂടുമ്പോഴാണ്. ഇനി ഫളീലത്തായ സമയം ഏതാ? ഏറ്റവും ഉത്തമമായ സമയം വിത്ത് സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ ദിവസം ഫജ്ർ സാദിഖ് വെളിവായതിന്റെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാ. അത് ഗൾഫിലേക്ക് ഞാനൊരു മസല പറഞ്ഞുതരാം, ചിലപ്പം ഗൾഫിൽ ആവശ്യം ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്തു, സവാമയുടെ ഇടയിലൊന്ന് എത്തിയോക്കി പോയിരുന്നു, സവാമ വന്നിക്കുന്നു, ഒന്ന് മൈക്കയിലേക്ക് വരണം, ഞാൻ കുറെ നേരമായി, ഇപ്പൊ വരും, ലൈവ് വെച്ചിട്ട് കാത്തിരിക്കുക, ആരും പോകരുത്. ഒരു മസല കൂടി പറഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒരു ചെറിയ ഫാത്തിഹ കോതി, ഏതായാലും റമളാനിന്റെ അവസാനത്തെ രാവായിരിക്കാം. ഒരുപാട് ആളുകൾ ഇന്നും ഖത്തം ഓതി അറിയിച്ച വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഷമമില്ലാത്തവരൊക്കെയും ക്ലാസ് റൂമിൽ ഇരിക്കണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്യുക, ഫളീലത്തായ സമയം, അതൊരു സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഒരു മസല. നമ്മള് പെരുന്നാൾ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് അവിടെ വെച്ച്, പക്ഷെ യാദൃശ്ചികമായി കുറച്ച് സമയം വൈകി. ഇനി പെരുന്നാൾ നിസ്കരിക്കാൻ ഏകദേശം 8 മണി സമയം പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. ഈ സക്കാത്ത് ഒരാൾക്ക് കൊടുത്തിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് നഷ്ടപ്പെടും? പെരുന്നാൾ നിസ്കാരത്തിന്റെ ജമാഅത്ത് കിട്ടൂല, പിന്നെ പെരുന്നാൾ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. മസലെന്താ? പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിത്ത് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. രാവിലെ 5 മണിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ആവശ്യമാവും. ഇത് വളരെ ആവശ്യമാവും നിസ്കാരം. കാരണം 5 മണിക്കൂടെ എന്ത് ചെയ്യാണ്? പെരുന്നാൾ നിസ്കരിക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ സുബഹി ബാങ്ക് കൊടുത്തതിന്റെ ശേഷം എന്താണ് വിത്ത് സക്കാത്ത് കൊടുക്കാൻ വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല. നമ്മൾ വിത്ത് സക്കാത്ത് കൊടുത്തിട്ട് പള്ളിക്കൊക്കെ എത്തുമ്പോഴേക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടും. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരെ തൽക്കാലം ജമാഅത്തിന് മുന്തിക്കപ്പെടണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്ത് സക്കാത്ത് കൊടുക്കുക വേണ്ടത്. അല്ല, അവിടെ തന്നെ ഒരു കാര്യം, രാത്രി കൊടുത്താലോ കുഴപ്പമൊന്നുമില്ല. അതിന്റെ അഫ്ളലായ സമയ ഞാൻ പറഞ്ഞത്, പെരുന്നാളിന്റെ രാത്രി കൊടുക്കാം. അതിന്റെ അഫ്ളലായ ഏറ്റവും നല്ല സമയം ഇതാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു റമളാൻ 1 മുതൽ തന്നെ കൊടുക്കാമെങ്കിൽ അത് വഹാബിക്ക് അത്ര ഒരു ചിന്തിക്കാതെ ഉറക്കത്തിന് നീച്ചു വന്ന് ചോദിച്ചതാണാവോ. റമളാൻ 1 മുതൽ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ റമളാനിന്റെ രാത്രി കൊടുക്കാം എന്നതിൽ പിന്നെ ഇഷ്കാൽ അല്ല, പെരുന്നാളിന്റെ രാത്രി കൊടുക്കാം എന്ന് പറഞ്ഞതിൽ ഇഷ്കാലില്ല. അതിനൊരു നല്ല വശ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും, പക്ഷെ അവിടെ വേറൊരു വിഷയം, ഇവൻ പെരുന്നാൾ നിസ്കാരത്തിലെ ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ വേണ്ടി സക്കാത്ത് അവിടെ വെച്ചു കൊടുക്കാതെ പെരുന്നാൾ നിസ്കരിക്കാൻ പോയി. പക്ഷെ ഇവിടെ ഒരു പാവം മനുഷ്യൻ ഒരു പിടി ഭക്ഷണം, നല്ല ശ്രദ്ധിക്കണം, ഒരു പിടി ഭക്ഷണം, ഒരു പിടി അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അത് തിന്നാമായിരുന്നു ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. എങ്കിൽ അവിടെ ഓൻ എന്ത് ശ്രദ്ധിക്കണം? ജമാഅത്ത് പോയാലും വേണ്ടില്ല,
പെരുന്നാൾ ഒറ്റക്ക് നിസ്കരിച്ചാലും വേണ്ടിയില്ല, ഈ പാവപ്പെട്ടവന്റെ വിശപ്പ് പത്തം നടക്കാൻ അത് കൊടുക്കുക. അത് കൊടുക്കാൻ പോയ കാരണം ജമാഅത്ത് അവിടെ നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ടോട്ടെ, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് വയറ് എരിഞ്ഞു പൊരിയുന്ന അല്ലെ, അങ്ങേ അറ്റം ഒരു പാവം അല്ലെങ്കിൽ ഒരു വിത്ത് സക്കാത്തിന്റെ ഒരു പുരി ഭക്ഷണം തരികയാണെങ്കിൽ, അരി തരികയാണെങ്കിൽ ഒരു 2 വച്ച് ചോറ് 10 ഉണ്ടാക്കി കഴിക്കാമായിരിച്ചു ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതിന്റെ ഓഡിയോ കിട്ടുമെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാനും ഇൻഷാ അല്ലാഹ് പിന്നീട് എടുത്തു നോക്കാനും വളരെ ഉപകരിക്കും. ഇമെയിൽ ചെയ്യുക. അതൊക്കെ അതിനയക്കാതെ ചോദിക്കാം, ചോദ്യമല്ല. അപ്പോ എന്റെ ഇടയിൽ ഈ ചോദ്യം, ഈ വർത്താനത്തിന്റെ ഇടയിൽ നമ്മൾ ചോദ്യം വായിക്കാൻ പോയ സ്റ്റെപ്പ് മാറിപ്പോകും. രാത്രി 2:45 പറഞ്ഞു വെച്ചത് എവിടെയാണ് എന്നെന്തായില്ല, അറിയാതെ പോകും. അപ്പൊ ചിലപ്പോ എന്താവും, ചിലപ്പോ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോയി ജമാഅത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു 3/4 മണിക്കൂർ, ചിലപ്പോൾ മണിക്കൂറൊക്കെ വഴുകും. ഈ പാവാണെങ്കിൽ ഒരു പുരി ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെച്ചുണ്ടാക്കിയിട്ട് വിശപ്പറക്കാച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ അവൻ ഏറ്റവും നല്ലത് ജമാഅത്ത് മുടങ്ങിയാലും ഈ പാവപ്പെട്ടവന്റെ വിശപ്പ് പത്തം നടക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കലാണ് ഏറ്റവും നല്ലത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കറാഹത്തായ സമയം, പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ വിത്തു സക്കാത്ത് കൊടുക്കാതെ പിന്തിപ്പിക്കുക ആവശ്യമില്ലാത്തയിടത്ത്. ഏറ്റവും നല്ലത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോവേണ്ടത്. ഇന്നലെ ഞാനൊരു സംഭവം ഉണർത്തിയിട്ടുണ്ട്, കേട്ടവരൊക്കെ ആയിരിക്കും. അഥവാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് വിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോയി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പകരം ഒരു അടിമയെ മോചിപ്പിച്ചു. റസൂലുള്ളാഹിനോട് ചെന്ന് വിഷയം പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ, നീ 100 അടിമയെ മോചിപ്പിച്ചാലും സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പേ കൊടുക്കുന്ന ആ പ്രതിഫലം നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സുന്നത്തായ സാന്ദർഭികമായി ഇന്നലെ ആ വിഷയം കേൾക്കാത്തവരെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ സക്കാത്ത് കൊടുക്കാതെ പിന്തിപ്പിക്കുന്നത് അത് കറാഹത്താണ്. പക്ഷെ അവരൊരു മസ്അല, ഒരാളുണ്ട്, ഇവന്റെ ഒരു സ്വന്തം അയൽവാസി പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഒരു അടുത്ത കുടുംബ മിത്രാദി സക്കാത്തിന്റെ അവകാശിയാണ്. ഓ പെരുന്നാളിന്റെ തലേ ദിവസം എവിടെ പോയതാ, ഓ ഇനി പെരുന്നാളിന്റെ അന്ന് ഉച്ചക്കേ വരുള്ളൂ, അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് അസറ് ബാങ്ക് വെക്കുമ്പോഴൊക്കെ ഓൻ എത്തുള്ളൂ. ഓനിക്ക് ആ സക്കാത്ത് കിട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു ഉപകാരമാവും. നേരെ അയൽവാസിയാ, അല്ലെങ്കിൽ സ്വന്തം അടുത്ത കുടുംബക്കാരനാ. അങ്ങനത്തെ ആളുകളെ പ്രതീക്ഷിച്ച് പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്ത. അത്യന്താപേക്ഷിതമായ സക്കാത്തിന്റെ അർഹതപ്പെട്ട ഇവന്റെ അടുത്ത കുടുംബക്കാര്, അടുത്ത അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്ത. അങ്ങനെ പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ല, ഒരു കാരണമില്ല. ഓനെന്താന്ന് അതൊക്കെ ഇനിയിപ്പോ സക്കാത്തല്ല, ആർക്കാവശ്യം. ചിലവർ അങ്ങനെയൊക്കെ പറയും, ആർക്കാവശ്യം. പിന്നെ ഇപ്പൊ കൊടുക്കൽ നിർബന്ധാച്ചിട്ട് കൊടുക്കല്ലേ, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ആക്കം പോലെ കൊടുക്കാം. ഇങ്ങനെ ഇപ്പൊ വേരാളായിട്ട് ഇന്റെ അങ്ങനെ ചിലവരിങ്ങനെ പറയും, മനസ്സിലായി, ഇന്റെ അരി കിട്ടിയിട്ട് ഇപ്പൊ പെരുന്നാൾക്ക് ചോറൊക്കെ ഉണ്ടോലൊന്നും ആരുമില്ല, പെരുന്നാളൊക്കെ നിക്കരിച്ചിട്ട് വരാൻ ഇതൊക്കെ കൊടുക്ക. അങ്ങനെ നമ്മൾ ഒരു കാരണമില്ലാതെ പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ അത് പിന്തിപ്പിക്കൽ എന്താണ്? കറാഹത്താണ്. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ സക്കാത്ത് കൊടുക്കാതിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ കുടുംബക്കാരൊന്നും പ്രതീക്ഷിക്കണ്ട, പറ്റാവുന്ന അവകാശികൾക്ക് പത്തന്ന് കൊടുത്ത് പെരുന്നാൾ. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകും മുമ്പായി വിത്ത് സക്കാത്ത് നിയ്യത്ത് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അല്ല, അങ്ങനല്ല. ആകെ പെരുന്നാൾ ഫജ്ർ സാദിഖ് വെളിവായതിന്റെയും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഇടയിലും 15 മിനിറ്റ് കേപ്പ്. അപ്പൊ നമ്മള് അത് നിയ്യത്ത് വെച്ചില്ല, അത് അതിന്റെ മുമ്പ് തന്നെ കൊടുത്ത് ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ നമ്മള് പിന്നെ ആ പെരുന്നാൾ ഫജ്ർ സാദിഖ് വെളിവാവാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ ഇപ്പൊ ഗൾഫിൽ ചിലപ്പോ നടന്നോന്നില്ല, കേരളത്തിലൊക്കെ നടക്കും.
കേരളത്തിൽ ഇപ്പൊ 4:45 5 മണിക്കാണ് സുബൈ ബാങ്കിന് വെക്കുക. ഏത് പള്ളിക്ക് എവിടെയാണ് ഒരു 8 മണിക്കൊക്കെ ആയിരിക്കും പെരുന്നാൾ നിസ്കാരം. കഷ്ടി നല്ലൊരു 1.5-2 മണിക്കൂർ സമയം ഉണ്ടാവും. ഒരു 3-4 ആൾക്കാരെ വിത്തു സക്കാത്ത് പറ്റാവുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ അവസരമുണ്ട്. വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നടക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്താ അല്ല കറാത്താണ്. അപ്പോൾ ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരം ഫജ്ർ സാദിഖ് വെളിവായിട്ട് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വെക്കുക എങ്കിൽ സുബൈയുടെ മുന്നേ തന്നെ കൊടുത്താൽ ആ കറാത്തിലേക്ക് എത്താതിരിക്കലാണ് അവിടെ നല്ലത്. ഗൾഫിലൊക്കെ ചിലപ്പം 10 മിനിറ്റ് എനിക്കറിയാം. അപ്പൊ നമ്മളെ അവിടെ ഇപ്പൊ ഞാൻ മക്കത്തും മദീനത്ത് എങ്ങനെയറിയാം, മക്കത്ത് വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തിൽ ഒരു പെരുന്നാൾ ദിവസത്തിൽ ഞാൻ എന്തായിട്ടുണ്ട് അവിടെ കൂടിയിട്ടുണ്ട്. എനിക്ക് നല്ല അനുഭവ. അതായത് പള്ളിയുടെ ഉള്ളില് നമുക്ക് പെരുന്നാൾ നിസ്കരിക്കണമെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇനി ഇത് നമ്മൾ സൗകര്യം ഉള്ളത്, ഇത് നമ്മൾ സൗകര്യം കിട്ടുന്നോട്ട് കാണിച്ച അവസ്ഥ. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ദിക്റുൽ സക്കാത്തിന് ഇങ്ങനെ സമയമുണ്ട്. അതുപോലെ തന്നെ പല റേഡിയോ ശ്രോതാക്കളും വിളിച്ചു ചോദിച്ച ഒരു കാര്യം ഒന്നുകൂടി ഉണർത്തുന്നു. കുട്ടികളെ കയ്യിൽ ദിക്റുൽ സക്കാത്ത് കൊടുത്തയക്കാൻ പറ്റുമോ? ദിക്റുൽ സക്കാത്ത് കുട്ടികളെ കയ്യിൽ കൊടുത്തയക്കാം. നിയ്യത്ത് വെക്കാൻ വേണ്ടി കുട്ടികളെ ഏൽപ്പിക്കരുത്. ഉദാഹരണം പറയാ, ഞാനിപ്പോ എന്റെ ദിക്റുൽ സക്കാത്തിന്റെ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത പേരേക്കാൻ കൊടുത്തയക്കുക. ഇമ്പാടെ കുട്ടി സക്കാത്ത് ഒന്ന് മമ്മദാക്കാരൊന്ന് കൊണ്ടുവരുത്തി വന്ന മമ്മദാക്കാക്ക് സക്കാത്ത് കൊടുക്കുമ്പോ ഇത് ഇപ്പാന്റെ ദിക്റുൽ സക്കാത്താണ് നിയ്യത്തും വെച്ചാലാണ് നിങ്ങൾ കുട്ടിനെ വക്കാലത്താക്കുക. അത് പറ്റൂല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഏകദേശം ഇന്നൊക്കെ ആയിട്ട് ഇനി ഏതെങ്കിലൊക്കെ പറയാൻ ഞാൻ വിട്ടു കഴിക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ അത്യാവശ്യം സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പിണങ്ങിപ്പോയ ഭാര്യ, കാണാതായ ഭർത്താവായ വ്യക്തിയുടെ ഭാര്യന്റെ സക്കാത്ത്, ബീഹാരി മലയാളിയെ കല്യാണം കഴിച്ചത്, മലയാളി ബീഹാരിയെ കല്യാണം കഴിച്ചത് സവാമാണക്കും പറഞ്ഞു ഞങ്ങള്. ബീഹാരി മലയാളിനെ കല്യാണം കഴിക്കുമ്പോൾ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, മലയാളി ബീഹാരിയെ കല്യാണം കഴിക്കുമ്പോൾ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പോലത്തൊക്കെയും ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മൈക്കയിലേക്ക് വന്ന് ചോദിക്കാം. വ്യക്തമായ ഉത്തരം കിട്ടുന്നതാണെങ്കിൽ ഞാനിപ്പോ പറയും, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും പറയാം. അപ്പോൾ പെരുന്നാൾ നാളെ ആണ് എന്നറിഞ്ഞാൽ നമുക്ക് സക്കാത്ത് കൊടുക്കാം. അല്ല ഉസ്താദെ, അതൊക്കെ പറഞ്ഞില്ലേ, അതിപ്പോ നിങ്ങൾക്ക് എന്താ ഇഷ്കാല് തീർന്നില്ലല്ലോ. അതായത് റമളാൻ പെരുന്നാൾ നാളെയാണെന്ന് പറഞ്ഞാൽ റമളാൻ 1 മുതൽ തന്നെ സക്കാത്ത് കൊടുക്കാം. അതായത് ഞാൻ ഇതിന് 5 സമയം: ജായിസായ സമയം, പിന്നെ നിർബന്ധമാകുന്ന സമയം, ഏറ്റവും അഫ്ളലായ സമയം, കറാഹത്തായ സമയം, ഹറാമായ സമയം. ഇങ്ങനെ 5 സമയം സക്കാത്തിന് വരും. റമളാൻ 1 മുതൽ തന്നെ കൊടുക്കൽ ജായിസ്. നിർബന്ധമാവുന്ന സമയം ശവ്വാലിന്റെ ആദ്യവും റമളാനിന്റെ അവസാനവും. പിന്നെ ഏത് അഫ്ളലായ സമയം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇനി പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ പ്രത്യേകമായ കാരണം കൂടാതെ പിന്തിപ്പിക്കൽ കറാഹത്ത്. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ സക്കാത്ത് കൊടുക്കാതെ പിന്തിപ്പിക്കൽ ഹറാമ്. അപ്പൊ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. എന്തായിരുന്നാലും പരമാവധി പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിത്റുൽ സക്കാത്ത് കൊടുത്ത് ആ ബാധ്യത നിറവേറ്റി സക്കാത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും അഫ്ളല് എന്നുണർത്തി മദീനയിൽ ലൈവ് വന്നോ? അബൂ മിസ്ബാഹ് മാഷാ അല്ലാഹ് നമ്മുടെ ലൈവ് എല്ലാ റേഡിയോ ശ്രോതാക്കളും മറ്റ് ക്ലാസ് റൂമിലുള്ളവരൊക്കെ ഒന്ന് വിവരം അറിയിച്ചാൽ ആമീൻ പറയാന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ആരും പോവരുത്, എല്ലാവരും ആ ദുആയിൽ പങ്കെടുക്കണം. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്കൊന്നുകൂടി മൈക്കയിലേക്ക് വന്ന് ഈ വിശുദ്ധമായ റമളാൻ നമുക്ക് അല്ലാഹു തആല എല്ലാ നിലക്കും ബറക്കത്തുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഞാൻ തൽക്കാലം 5 മിനിറ്റ് കൂടി സവാമൊന്ന് മൈക്കേക്ക് വരും, തുള്ളി കട്ടൻ ചായയും കുടിക്കട്ടെ. ഞാൻ കുറെ നേരമായി. ഏതായാലും ഇനി ചോദ്യം നമുക്ക് ഈ ലൈവിലെ ഈ ദുആക്ക് ശേഷം നമുക്ക്
നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് വേണമെങ്കിൽ കടക്കാം. തൽക്കാലം അബുസുനുവിനെയോ സവാമയോ മൈക്കയിലേക്ക് ക്ഷണിച്ച് ഞാൻ മൈക്ക വിടുന്നു. ഒരാളുടെ വിത്ത് സക്കാത്ത് ഏതായാലും 5 മിനിറ്റ് ഉണ്ടെന്ന് വെക്കാതെ കുറെ നേരമായി ആ ചോദ്യം വരുന്നത്. എന്റെ ഹബീബ് ഗൂഡ് 1500 ഒരു മണിക്കൂർ മുന്നേ ചോദിച്ച ചോദ്യം ഞാൻ മൂപ്പരോട് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനത് പറയുന്നു, ഞാൻ മറന്നു പോയതാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരാളുടെ വിത്ത് സക്കാത്ത് ഒരാൾക്ക് കൊടുക്കാം. അത് ഷാഫി മദ്ഹബിൽ അംഗീകരിക്കാവുന്ന ഒരു കൗലാണ്. പ്രത്യേകിച്ച് വിത്ത് സക്കാത്ത് വാസ്തവത്തിൽ അവരെന്താണ് വിത്ത് സക്കാത്ത് ആണെങ്കിലും ചുരുങ്ങിയത് 3 ആൾക്കെങ്കിലും കൊടുക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മളെ ഒരാളുടെ വിത്ത് സക്കാത്ത് 3 ആൾക്ക് കൊടുത്താല് പൊന്നാനി പള്ളിയിൽ കൊതു കാണാൻ മാതിരിക്കാവും അല്ലെ. ഒരാളെ വിത്ത് സക്കാത്ത് 3 ആൾക്ക് കൊടുത്താൽ പൊന്നാനി പള്ളിയിൽ കൊതു കാണുന്ന മാതിരി കഥ പറയാൻ ഒന്നുമില്ല. പൊന്നാനി പള്ളിയിൽ ഒരു കൊതു കാണുന്ന ആൾക്ക് ഒരു വിലയില്ല, കാരണം വലിയ പള്ളിയ, അതിന്റെ ഉള്ളിൽ ഒരു കൊതു കാണുന്ന ആൾക്കൊരു വില എത്തൂല. എന്ന മാതിരി 3 കിലോ അരി 3 ആൾക്കാർക്ക് കൊടുത്താല് ഒരു ഉപകാരം കിട്ടൂല. നേരെ മറിച്ച് ഒരു കൂട്ടക്കാർക്കാണ് കൊടുക്കുകയാണെങ്കിലോ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലോ ഓൻ്റെ ഒരാഴ്ചക്കത്തെ ജീവിതം കഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് സംഗതി ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഒരു 3 ആൾക്കെങ്കിലും കൊടുക്കണമെന്നാണ്. പക്ഷെ അവിടെ മഹാന്മാര് പറയുന്ന ഒരു മസ്അല, ഷാഫി മദ്ഹബിലെ മുഅ്തമദിനെതിരെ 3 മസ്അല ഫത്വ നൽകപ്പെടും. എങ്ങനെ? ഷാഫി മദ്ഹബിലെ 3 മുഅ്തമദിനെതിരായ വിഷയത്തിൽ 3 മസ്അല. അതിലൊന്ന് സക്കാത്തിനെ മറ്റൊരു മഹല്ലത്തിലേക്ക് രാജ്യത്തേക്ക് നീക്കം ചെയ്യുക. അത് ഷാഫി മദ്ഹബിലെ മുഅ്തമദിനെതിരാണ്. അങ്ങനെ വേണമെങ്കിൽ ഫത്വ നൽകാം. രണ്ടാമത്തത് ഒരാളുടെ വിത്ത് സക്കാത്ത് ഒരാൾക്കും മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വിഭാഗത്തിനു മാത്രം കൊടുക്കുക. ഇപ്പൊ ഒരു സക്കാത്ത് കൊടുക്കേണ്ട രാജ്യത്ത് കടക്കാരുണ്ട്, മിസ്കിമാരുണ്ട്, ആരുണ്ട്, ഫക്കീറന്മാരുണ്ട്, 3 വിഭാഗമുണ്ട്. എന്നാൽ ഈ 3 വിഭാഗത്തിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടത്, പക്ഷെ ഒരാൾ എന്ത് ചെയ്തു, ഫക്കീറന്മാർക്ക് മാത്രം വിത്ത് സക്കാത്താണ് കൊടുത്തു, അല്ലെങ്കിൽ മുതലിന്റെ സക്കാത്ത് കൊടുത്തു, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ വിത്ത് സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 3 ആള് വിത്ത് സക്കാത്ത് ഒരാളിലേക്ക് മാത്രം കൊടുക്കാം. അതുകൊണ്ടൊന്നും വിരോധമില്ല. വിത്ത് സക്കാത്ത് കാശ് കൊടുത്താൽ വീടില്ല. അതൊക്കെ ഇന്നലെ നല്ല വിശദീകരണം കഴിഞ്ഞു. അതൊക്കെ നല്ല വേണ്ടതുപോലെ അല്ല അബുസുനു കവ തീർത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആവർത്തിക്കാൻ പറ്റൂല ഒരിക്കലും. ഷാഫി മദ്ഹബ് പ്രകാരം കാശ് കൊടുത്താൽ വിത്ത് സക്കാത്ത് സഹിയാകൂല എന്ന് തീർത്തു പറയുന്നു. അവരെ ഷാഫി മദ്ഹബ് പ്രകാരം വിത്ത് സക്കാത്തിന്റെ കാശ് കൊടുക്കേണ്ട രൂപം 1 മാത്രമാണ്. എവിടെയും അരി കിട്ടാനില്ല. സക്കാത്തായി കൊടുക്കേണ്ട ഭക്ഷ്യവസ്തുവാകുന്ന അരി അല്ലെങ്കിൽ എന്താണോ ഭക്ഷ്യവസ്തു, ആ ഭക്ഷ്യവസ്തു കിട്ടാനില്ല, എവിടെയും കിട്ടാനില്ലാത്ത സമയത്ത് ഹനഫി മദ്ഹബ് സ്വീകരിച്ച് കാശ് കൊടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും കാശ് കൊടുക്കാൻ ന്യായം ഇല്ല. ഇനി അരി വാങ്ങാൻ ആളില്ലെങ്കിലും കാശ് കൊടുക്കാൻ പറ്റില്ല. എന്നെ കേൾക്കാത്തോളം എന്തെങ്കിലും കേട്ടോത്തെ വെച്ചിട്ട് പറയാൻ, സക്കാത്ത് അരി വാങ്ങാൻ ആളില്ലെങ്കിൽ അതിന്റെ മസല എന്താ, അരി വാങ്ങാൻ പറ്റിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഉദാഹരണം പറയാം. അപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾക്ക് എളുപ്പം തിരിയാണ്. കൊപ്പത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ കൊപ്പത്ത് ഓരോരും അരി വാങ്ങുന്നില്ല, എല്ലാരും കാശേ വാങ്ങുന്നുള്ളൂ. കൊപ്പത്ത് കൊടുക്കേണ്ട സക്കാത്ത് അവരെ അരി വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് കാശ് കൊടുത്താൽ പറ്റൂല, നേരെ കൈപ്പത്ത് വന്നിട്ട് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും അരി വാങ്ങൂലോ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് പലവരും വെറുതെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഗൾഫ് മേഖലയിലൊക്കെ കൺസേഷൻ വർക്ക് ചെയ്യുന്ന എത്ര തൊഴിലാളികളുണ്ട് ചിത്ത ബംഗാളികളൊക്കെ. നിങ്ങൾ ഓൾക്കാൻ ബസ്സിലേക്ക് അരി എന്ന് കൊടുത്താൽ വെറുതെ തൊണ്ടി ന്യായം പറയാണ്. എന്തിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് ഓവറാവുന്നവർക്ക് തൊണ്ടി ന്യായം പറയാണ് അരി വാങ്ങാൻ ആളില്ല. ഇന്നോടിപ്പോ ഒരുപാട് ഗൾഫിൽ പറഞ്ഞു സ്ഥലം വെറുതെ പറയാൻ ആൾക്കാർ. ഈ കൺസേഷൻ വർക്കൊക്കെ നടത്തുന്ന ഇഷ്ടംപോലെ ബസ് നടത്തുന്ന ബംഗാളികളുണ്ട്. ഓച്ചങ്ങൾക്കൊക്കെ അരി കിട്ടിയാൽ എന്തൊരു സന്തോഷാച്ചിട്ടാ. അരി വാങ്ങാനൊന്നും ആളില്ലാന്ന് വെറുതെ ഒരു തൊണ്ടി ന്യായം, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ പോവാനൊരു മതി കാരണം പറയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട KM മൈസിയുടെ മുഴുവൻ ശ്രോതാക്കളോടും ഞാൻ പറയുന്നു, ഞാൻ ഇന്നലെ അത് വിശദീകരിച്ചിട്ടുണ്ട്. സൗമു റമളാന മുഅല്ലഖും ബൈന സമാഇ വൽ അർളി ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്രി
നമ്മൾ നോറ്റ വിശുദ്ധമായ റമദാനിലെ നോമ്പ് അത് ആകാശ ഭൂമികളുടെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സക്കാത്ത് കൊടുക്കേണ്ട രൂപത്തിൽ സക്കാത്ത് കൊടുത്താലല്ലാതെ ഒരിക്കലും നമുക്ക് ആ നോമ്പിന്റെ പ്രതിഫലം കിട്ടുകയില്ല എന്ന ഹദീസും അതിന്റെ വിശദീകരണങ്ങളൊക്കെയും ഇന്നലെ ഉൾപ്പെടുത്തിയത് കൊണ്ട് അത് റെക്കോർഡ് ചെയ്തവരുണ്ടെങ്കിൽ വീണ്ടും അത് വാങ്ങി കേൾക്കുക എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം 10 മിനിറ്റ് ലൈവിന് വേണ്ടി മൈക്ക ഒഴിവാക്കി ഞാൻ ഒഴിവാകുന്നു. അസ്സലാമു അലൈക്കും.